ഹലോ ഓൾ, വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. നമ്മൾ പ്രിസീൻ ഡിസ്കഷന്റെ ലൈവ് സെഷൻ ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ഒരു 1 വീക്ക് മുന്നേ നമ്മുടെ പ്രിസീൻ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 1 വീക്കായി. പ്രിസീനെ ബേസ് ചെയ്ത് നിങ്ങൾ ഓൾറെഡി ഒരു സ്റ്റഡി ഒക്കെ നടത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ പ്രിസീനിൽ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് എത്രത്തോളം കുറച്ചുകൂടി ഇൻസൈറ്റ്സ് നമുക്ക് ഫെർദർ ഉണ്ടാവുന്ന കുറച്ച് ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജനറലി ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സെഷന്റെ ഉദ്ദേശം. ഓക്കെ. അപ്പം ഓൾറെഡി ഞാൻ ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. കുറച്ച് ലെങ്തി ഡോക്യുമെന്റ് ആണ്, ഓൾമോസ്റ്റ് ഒരു 47 പേജസോളം ഈ ഒരു പ്രിസീൻ എക്സ്പ്ലനേറ്ററി ഡോക്യുമെന്റിനുണ്ട്. ബട്ട് ഇതിലൊരു ഓൾമോസ്റ്റ് ഒരു 15 പേജസും നമ്മുടെ പ്രിസീൻ ഡേറ്റ തന്നെയാണ്. ഓക്കെ. അപ്പൊ ബാക്കി ഒരു 32 പേജസിലാണ് നമ്മളുടെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളുള്ളത്. അത് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് വളരെ ലെങ്തി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചതാണ്. നമുക്ക് കുറച്ച് ടേംസ് ഒക്കെ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ. ഒന്ന് കമന്റ് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. കമന്റ് ചെയ്യാമോന്ന്, കാരണം നിങ്ങൾ കമന്റ് ചെയ്തതാണ് എനിക്കൊന്നും മനസ്സിലാകത്തുള്ളൂ. ലൈക്ക് ഓഡിബിൾ അല്ലേ, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്നുള്ളതൊന്നും കമന്റ് ചെയ്യണേ. താങ്ക് യു ഷെയ്ൻ. ഓക്കെ. സോ ഇത്തവണത്തെ പ്രിസീനിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് TNC എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് കമ്പനിയാണ്. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈൽ റീഡിംഗ് ദ പ്രിസീൻ കൺസിഡർ ദിസ് ആസ് ഊബർ ഒക്കെ പോലെയുള്ള ഒരു കമ്പനിയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പേര് ബീഗോ എന്നതാണ്. ബീഗോ ഈസ് എ ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് കമ്പനി. ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് കമ്പനിയാണ് നമ്മുടെ ഇൻഡസ്ട്രി. TNC എന്നുള്ളതാണ് ഇൻഡസ്ട്രി. ഓപ്പറേറ്റിംഗ് ഇൻ ദ കൺട്രി ഓഫ് ബി ലാൻഡ്, which has a population of over 200 million people. Bigo was established 12 years ago and has since grown to the second largest TNC business in B-Land, based on revenue and customer numbers. ഓക്കെ. വളരെ ചെറിയ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ആയിരുന്നു നമുക്ക് പ്രിസീനിൽ തന്നിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കമ്പനിയുടെ പേര് ബീഗോ എന്നുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രി ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് കമ്പനി. നമ്മളൊരു ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് കമ്പനി TNC എന്നാണ്. ഓക്കെ. ഒരുപാട് വന്നിട്ടുള്ള ഒരു ഡൗട്ടാണ്, എക്സാമിന് നമ്മൾ ഇനി എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് കമ്പനി എന്ന് തന്നെ എഴുതണോ, അതോ TNC എന്ന് യൂസ് ചെയ്താൽ മതിയോ? പറ്റുമോ? TNC എന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് നിങ്ങളുടെ കമന്റ് ചെയ്തേ. TNC എന്ന് എഴുതണോ അതോ ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് കമ്പനി എന്ന് എഴുതണോ? യെസ്, TNC മതി. ഓക്കെ. അപ്പൊ TNC എന്ന് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് ദിസ് വി ഹാവ് എ പോപ്പുലേഷൻ ഓഫ് 200 മില്യൺ പീപ്പിൾ. അപ്പൊ ഒരു വളരെ പോപ്പുലസ് ആയിട്ടുള്ള ഒരു കൺട്രിയിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഈ TNC എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത്രയും ആളുകളുള്ള ഒരു കൺട്രിയിൽ വളരെ ജനറൽ ആയിട്ട് ഒരു കോമൺ മാൻസ് പ്രോഡക്റ്റ് ആണ് ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 200 മില്യൺ പീപ്പിൾ എന്നുള്ളതിലെ മേ ബി ഒരു 90-95% നാളെ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആവുന്ന ആളുകളാണ്. കാരണം ഇത്, അല്ലെ, നമ്മള് റെസഷൻ വന്നാൽ ഞങ്ങൾ ഉപയോഗിക്കില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്രോഡക്റ്റ് അല്ല. നമ്മളൊരു ലക്ഷറി പ്രോഡക്റ്റ് എന്നൊന്നും പറയാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് അല്ല നമ്മളുടെ. ഓക്കെ. And Bigo was established 12 years ago and has since grown to the second largest TNC business in B-Land. അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്ത പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലെ ഒക്കെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് വളരെ അധിക കാലമൊന്നും ആയിട്ടില്ല, ജസ്റ്റ് 12 ഇയേഴ്സ് ആയിട്ടുള്ളൂ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി ബേസ് ചെയ്ത് റൺ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് ഇത്. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി വളരെ കുറവാണ്, 12 ഇയേഴ്സേ ആയിട്ടുള്ളൂ. ഇപ്പോൾ എന്നിട്ട് നമ്മൾ നമ്പർ 1 അല്ല, നമ്മുടെ B-Land എന്ന കൺട്രിയിലെ സെക്കൻഡ് ലാർജസ്റ്റ്. B-Land എന്ന കൺട്രിയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ആണ്. ഓക്കെ. സോ അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട കുറച്ച് കീ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിന്റെ കൂടെ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ ബിസിനസ്സിന് ഒരു നല്ലൊരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമ്മളുടെ കൺട്രിയിൽ വളരെ ഒരു ഹൈലി പോപ്പുലേറ്റഡ് കൺട്രിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കോമൺ മാൻസ് അല്ലെങ്കിൽ എവ്രി വൺസ് പ്രോഡക്റ്റ് ആണ്, എവ്രി വൺ സർവീസ് ആണ്. എല്ലാവരും ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു സർവീസ് ആയതുകൊണ്ട് തന്നെ അത് വളരെ നല്ലൊരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. സെക്കൻഡ് വൺ, ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. 12 വർഷം കൊണ്ട് നമ്മളുടെ ബിസിനസ് സ്ട്രാറ്റജീസ് ഒക്കെ സക്സസ്ഫുൾ ആയതുകൊണ്ടാണല്ലോ
നമ്മളിപ്പോ ഒരു നമ്പർ 2 പൊസിഷനിലെങ്കിലും ഉള്ളത്, റൈറ്റ്? ഇപ്പൊ കൂടുതൽ നമ്പേഴ്സ് ഒന്നും നമുക്കറിയില്ല, നമ്മുടെ ബിസിനസ് സ്ട്രാറ്റജീസ് ഒക്കെ സക്സസ് ആണ് എന്ന് വേണം കരുത്. ഇനി തേർഡ് വൺ, കോമ്പറ്റിറ്റീവ് ലാൻഡ്സ്കേപ്പ്. സെക്കൻഡ് ആണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് നമ്മളല്ല, അല്ലെ? ഫസ്റ്റ് വേറെ ആരോ ഉണ്ട് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഒരു കോമ്പറ്റീഷൻ അത് ഇംപ്ലൈ ചെയ്യുന്നുണ്ട്, ശക്തമായ രീതിയിൽ ഒരു കോമ്പറ്റീഷൻ. ഈ ഊബറും ഒലയുടെ കേസൊക്കെയാണ് നമ്മുടെ മുന്നിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന എക്സാമ്പിൾ. അപ്പൊ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ടുണ്ട്. ആ ഒരു കോമ്പറ്റീറ്ററുടെ സ്ട്രാറ്റജീസ് കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ബിസിനസ് എന്തെങ്കിലും പുതിയതായിട്ടൊരു സ്ട്രാറ്റജിയോ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. ദെൻ 10 വർഷത്തിലധികം എക്സ്പീരിയൻസ് ആയി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഓപ്പറേഷണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിൽ നിന്ന് ഒരുപാട് ഇൻസൈറ്റ്സ് നമുക്ക് എടുക്കാനുണ്ട്. കസ്റ്റമേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഡൈനാമിക്സ് എന്താണ്, ഓരോ ചേഞ്ചിനോടും മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുടെ ഒരു സ്ട്രെങ്ത് സൈഡിൽ പറയാവുന്നത്. ഇവിടെ ഇന്റർനെറ്റിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് എനിക്ക് എഴുതി വരാറുണ്ട് നെറ്റ് കണക്ഷൻ അൺസ്റ്റേബിൾ ആണെന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് പോസ് ചെയ്തിട്ടായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. നിങ്ങൾ ഏതെങ്കിലും പോയിന്റ് വിട്ടു പോകുന്നുണ്ട് പോലെ ഉണ്ടെങ്കിൽ ഞാൻ അത് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, TNC ഇൻഡസ്ട്രി ഇൻഫർമേഷൻ. ഒരു ഓവർവ്യൂ. നമുക്ക് എപ്പോഴും അങ്ങനെയായിരിക്കും, ഇൻഡസ്ട്രി ഇൻഫർമേഷൻ ഉണ്ടാവും, കമ്പനി ഇൻഫർമേഷൻ ഉണ്ടാവും. സോ ലെറ്റ് സ്റ്റാർട്ട് റീഡിംഗ് ഇൻഡസ്ട്രി ഇൻഫർമേഷൻ. TNC is a business which provides on-demand transportation services to customers through a website or mobile app-based platform. Okay. ഒന്നെങ്കിൽ നമുക്ക് വെബ്സൈറ്റിലൂടെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് ബേസ് ചെയ്തിട്ട് ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്. ഓക്കെ. അൺലൈക്ക് ട്രഡീഷണൽ ടാക്സി ക്യാബ് ഹയർ ബിസിനസ്, പണ്ട് കാലത്തെ ടാക്സി സർവീസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ? അങ്ങനെ TNC do not maintain their own fleet of vehicles or employ drivers directly. സ്വന്തമായിട്ട് ഒരു അസറ്റ് ബേസ്, ഞങ്ങൾക്ക് ഇത്രയും കാറുകളുണ്ട് എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു ഫ്ലീറ്റ് ഓഫ് വെഹിക്കിൾസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബിസിനസ് ഓപ്പറേഷൻ അല്ല TNCയുടെ കേസിൽ. അതേപോലെ എംപ്ലോയീസിനെയും പെർമനന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ബിസിനസ് ഓപ്പറേഷൻ അല്ല. ഇൻസ്റ്റെഡ്, ഇൻഡിവിജ്വൽ ഡ്രൈവേഴ്സ് ഓഫ് കാർസ് വർക്ക് ആസ് ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടേഴ്സ് ഫോർ TNCs. എനിക്ക് ഡ്രൈവിംഗ് അറിയാം, എനിക്കൊരു കാർ ഉണ്ടല്ലേ, എനിക്ക് ഇവിടെ എംപ്ലോയി ആവാം എന്നുള്ള രീതിയിൽ. എംപ്ലോയി എന്ന് പറയുന്നത് ശരിയല്ല. നമ്മൾ എംപ്ലോയീസിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഡ്രൈവേഴ്സിന്റെ കേസ് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട ടേം ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടേഴ്സ് എന്നതായിരിക്കും. ഓക്കെ. കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് എ റൈഡ് ത്രൂ ദി പ്ലാറ്റ്ഫോം ആൻഡ് ദെൻ കണക്റ്റഡ് ടു ഡ്രൈവർ ഹു ഇസ് ഓൾസോ കണക്റ്റഡ് ടു ദി പ്ലാറ്റ്ഫോം. ഊബർ തന്നെ. ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് പ്രിസീൻ ആൻഡ് കേസ് സ്റ്റഡി എക്സാം, ദ ടേം TNC വിൽ ബി യൂസ് ടു ഡിഫൈൻ ബിസിനസ്. ഈ ഒരു ബിസിനസിനെയും ഇൻഡസ്ട്രിയൊക്കെ TNC എന്നും ആയിരിക്കും പറയുന്നുണ്ടാവും. Beeland has a well-developed economy and nearly 80% of its population live and work in its urban areas. അപ്പോൾ നമ്മുടെ കൺട്രി ഒരു വെൽ ഡെവലപ്ഡ് കൺട്രിയാണ്. ഒരു ഡെവലപ്പിംഗ് കൺട്രിയോ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ഒന്നുമല്ല, നമ്മൾ നല്ല ഡെവലപ്ഡ് ഇക്കണോമിയാണ്. അതുകൊണ്ട് തന്നെ 80% ഓഫ് ദ പോപ്പുലേഷൻ വർക്ക് ഇൻ അർബൻ ഏരിയാസ്. Public transport facilities, including buses and trains, have come under increasing pressure in recent years due to rapidly growing urban population, leading to overcrowding and unreliability. ഓക്കെ. അതായത് 80% ഈ ബീലാൻഡ് എന്ന കൺട്രിയിലെ അർബൻ ഏരിയാസിലാണ് കൂടുതൽ ആളുകൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ബസ്സുകളും ട്രെയിനുകളും ഒക്കെ വളരെ ക്രൗഡഡ് ആണ് എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഡൽഹിയുടെ ഒക്കെ കേസ് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, വളരെ ക്രൗഡഡ് ആണ്. വീലാൻഡ്സ് ഗവൺമെന്റ് ഇസ് therefore supportive of innovative ways to address the transportation challenges facing the country's main cities. TNCs have proved to be popular in the cities as they offer a convenient and reasonably priced alternative to public transport. The government of Beeland sees TNCs as an alternative to people owning and using their own cars. ഓക്കെ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബിസിനസ് അനാലിസിസ് പറയാനാണെങ്കിൽ, ഓക്കെ, ഒന്ന്, നമ്മൾ സ്വന്തമായിട്ട് ഫ്ലീറ്റ്സ് അല്ലെങ്കിൽ ഫ്ലീറ്റ് ഓഫ് വെഹിക്കിൾസ്, കാർസ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് നമ്മളെ എംപ്ലോയീസ് ആവുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഓപ്പറേഷണൽ കോസ്റ്റ് വളരെ കുറവാണ്. നമുക്കറിയാം, ഒരു അസറ്റ് ഉണ്ടെങ്കിൽ, കമ്പനിയിൽ ഒരു അസറ്റ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ മെയിൻ്റനൻസ്, അസറ്റിന്റെ ഫെർദർ മെയിൻ്റനൻസ്, അതിനെന്തെങ്കിലും കേടുവന്നു കഴിഞ്ഞാലുള്ള റിപ്പയർസ് കോസ്റ്റ് ഒക്കെ ആയിട്ട് ഒരുപാട് ഓപ്പറേഷൻ കോസ്റ്റ് ഉണ്ട്. ഡ്രൈവേഴ്സിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുള്ള ഒരു സാലറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഒരു ഹ്യൂജ് എമൗണ്ട് കൊടുക്കേണ്ടി വന്നേനെ. അപ്പൊ അങ്ങനെ ഒരു കേസ് ഇല്ല. ഇവിടെ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടേഴ്സ് ആണ് അല്ലെ. ഡ്രൈവേഴ്സിന്റെ ഏർണിങ്സ് വേറൊരു രീതിയിലാണ് നമുക്കത് മുന്നോട്ട് വരുന്ന സമയത്ത് കാണാം. അപ്പൊ അതുകൊണ്ട് ബേസിക്കലി ഈ ഒരു ബിസിനസിന്റെ ഓപ്പറേഷണൽ കോസ്റ്റ് വളരെ കുറവാണ്. രണ്ടാമത്തെ കാര്യം, ബിസിനസ്സിന് വളരെ ഈസിലി സ്കെയിലപ്പ് ചെയ്യാം. കാരണം നമ്മളുടെ ഒരു ടെക്നോളജിയാണ് നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ളത്. എനിക്ക് വേണമെങ്കിൽ ബീലാൻഡിന്
അടുത്തുള്ള മറ്റൊരു കൺട്രി, സേ ഫോർ എക്സാമ്പിൾ സീലാൻഡ് എന്നൊരു കൺട്രി ഉണ്ടെന്ന് വിചാരിക്കുക, അടുത്തൊരു നെയ്ബറിംഗ് കൺട്രി പോലെ. അവിടെ പോയിട്ട് എനിക്ക് ഈ ഒരു ബിസിനസ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിലും എനിക്ക് വളരെ സുഖമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല, അല്ലെ? അപ്പൊ ഒരുപാട് ഓവർ ഹെഡ് കോസ്റ്റ് ഒന്നും പണ്ടത്തെ ബിസിനസ്സിലെ പോലെ ഒരുപാട് ഓവർ ഹെഡ് കോസ്റ്റ് ഒന്നും ഇതിൽ അസോസിയേറ്റഡ് അല്ല. വളരെ ക്വിക്ലി സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. ഓക്കെ. ഇനി വിത്ത് 80% ഓഫ് ദി പോപ്പുലേഷൻ ലിവിംഗ് ഇൻ അർബൻ ഏരിയസ് ദർ ഇസ് എ കോൺസെൻട്രേറ്റഡ് ഡിമാൻഡ് ഫോർ. അപ്പൊ നമുക്കറിയാം ഓൾറെഡി വളരെ ഓവർ ക്രൗഡഡ് ആണ്. ബസ്സുകളും ട്രെയിനുകളും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും അത്രയും റിലയബിൾ അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് കണ്ടത്. റിലയബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. ബസ്സൊക്കെ ചിലപ്പോൾ നല്ല തിരക്കായിട്ടായിരിക്കും വരുന്നത്, നമ്മൾ അതിൽ ചിലപ്പോൾ നമുക്ക് കയറാൻ കഴിഞ്ഞോളന്നില്ല എന്ന് പറയുന്ന പോലെ. ഓക്കെ. സോ ഓവർ ക്രൗഡഡ് ആൻഡ് അൺറിലയബിൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ് ക്രിയേറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ക്യാപ്ചർ മാർക്കറ്റ് ഷെയർ. കാരണം ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട് നമ്മളൊരു വളരെ റീസണബിളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആണെന്നുള്ള പറയുന്നു. ഓക്കെ. സോ ദ ഗവൺമെന്റ് എൻഡോഴ്സ്മെന്റ് ഓഫ് TNC ആസ് എ സൊല്യൂഷൻ provides a favorable regulatory environment for the companies like Bigo. ഗവൺമെന്റ് ഒബ്വിയസ്ലി ഒരു സപ്പോർട്ട്, ഗവൺമെന്റ് പബ്ലിക്ലി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതും TNC ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് എന്നുള്ളത് നമുക്ക് മുകളിലെ പാരഗ്രാഫ് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്, അർബൻ ഏരിയാസ് എല്ലാം ഓവർ ക്രൗഡഡ് ആണ്. ബിക്കോസ് 80% ഓഫ് അവർ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 200 മില്യൺ ആണ് നമ്മളുടെ ടോട്ടൽ പോപ്പുലേഷൻ. അതിന്റെ 80% എന്ന് പറയുമ്പോൾ 160 മില്യൺ പോപ്പുലേഷൻ ഈ അർബൻ ഏരിയാസിൽ മാത്രമാണുള്ളത്. അപ്പൊ തന്നെ ദാറ്റ് മേക്സ് ഇറ്റ് ക്രൗഡഡ്. ഈ നമ്പേഴ്സ് ഒക്കെ എപ്പോഴെങ്കിലും കോട്ട് ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും. അവിടെ ഓരോരുത്തരും 160 മില്യൺ പീപ്പിൾ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഓരോരുത്തർക്കും സ്വന്തമായിട്ട് കാർ എന്നിട്ട് അത് വെച്ച് ട്രാവൽ ചെയ്യുക എന്നതിനേക്കാളും ഗവൺമെന്റ് സജസ്റ്റ് ചെയ്യുന്നതും TNC പോലെയുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും, TNC പോലെയുള്ള റൈഡ്സ് ആയിരിക്കും അവരും ആഗ്രഹിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റെഗുലേറ്ററി എൻവയോൺമെന്റ് ആണ് നമുക്ക് ഗവൺമെന്റ് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഫേവറബിൾ റെഗുലേറ്ററി എൻവയോൺമെന്റ് ആയിരിക്കും ഉണ്ടാവും. ദെൻ എൻവയോൺമെന്റ് ആൻഡ് സോഷ്യൽ ഇമ്പാക്ട്. ഓക്കെ. ട്രാഫിക് കൺജഷൻ കുറയ്ക്കാനും അർബൻ ഏരിയസിലെ പൊല്യൂഷൻ കുറയ്ക്കാനും ഒക്കെ സ്വന്തമായിട്ട് കാർ ഓണർഷിപ്പിനേക്കാൾ ഇതിനൊരു വേരിയബിൾ ഓൾട്ടർനേറ്റീവ് ആണല്ലോ. അതായത് സ്വന്തമായിട്ട് നിങ്ങൾ കാർ വാങ്ങണ്ട, പകരം ഇങ്ങനൊരു TNCസിൽ റിലൈ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി പൊല്യൂഷൻ ഒക്കെ കുറയ്ക്കാം. ദാറ്റ് ഇസ് ദ എൻവയോൺമെന്റ് സൈഡ്. ഓക്കെ. പിന്നെ കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ചുകൂടെ അർബൻ മൊബിലിറ്റി സൊല്യൂഷൻസ് നമ്മൾ കാണുന്നുണ്ട്. ഒരു ബൈസൈക്കിളിന്റെ ഒക്കെ കേസ് നമുക്ക് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി ബിലാൻഡിന്റെ മാർക്കറ്റിനെ പറ്റി പറയാനാണെങ്കിൽ സെൻബി ഈസ് ബിഗോസ് മെയിൻ കോമ്പറ്റീറ്റർ. നമ്മൾ ബിഗോ എന്ന് പറയുന്ന കമ്പനി നമ്പർ 2 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൂ ഇസ് നമ്പർ 1? സെൻബി ആണ് നമ്പർ 1 ആൻഡ് വാസ് ദ ഫസ്റ്റ് TNC ബിസിനസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ബിലാൻഡ് 14 years ago. അപ്പോൾ ഏതാണ്ട് നമ്മുടെ അതേ ടൈം പീരീഡ് തന്നെയാണ് സെൻബിക്ക് ഓപ്പറേഷണൽ ഹിസ്റ്ററി ഉള്ളത്. നമ്മളെക്കാൾ ഒരു 2 years മുന്നേ തുടങ്ങി എന്നുള്ളതിന്റെ ഒരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ആയിരിക്കും സെൻബിക്കുള്ളത്. ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കട്ടോ, ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Senbi is currently the largest TNC operating in VLAN and is also the world's second largest TNC, currently operating in over 50 countries. ഇപ്പൊ സെൻബി എന്നതിന്റെ ഒരു മാർക്കറ്റ് ഡെപ്ത് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ജസ്റ്റ് VLANഡിലെ നമ്പർ 1ഉം വേൾഡിലെ മുഴുവനും സെക്കൻഡ് ലാർജസ്റ്റ്, വേൾഡ് ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റുമാണ്. കറന്റ് ഓപ്പറേറ്റിംഗ് ഇൻ ഓവർ 50 കൺട്രീസ്. അപ്പം നമ്മൾ മേ ബി നിങ്ങൾ കൂടുതൽ പേരും കേട്ടിട്ടുള്ളത് ഊബർ എന്നുള്ളതും ഒല എന്നുള്ളതുമാണ്. ഇത് രണ്ടും ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളത്, ബാക്കി മിക്ക കൺട്രീസിലും ഉണ്ട്. ഓക്കെ. ഇനി കരീം എന്നൊക്കെ പറഞ്ഞിട്ട് മിഡിൽ ഈസ്റ്റ് സൈഡിൽ ഉള്ള ഒരു ടാക്സി ആപ്പ് ഉണ്ട്, കരീം എന്നാണ് അതിന്റെ പേര്. ഓക്കെ. അപ്പൊ അവിടെയൊക്കെ ഇരുന്ന് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നവരായിരിക്കാം. ഓക്കെ. വേറെ ഉണ്ട് കേട്ടോ, വേറെ ഉണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കരീമാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ അത് ആ കൺട്രിയിൽ മാത്രമല്ല, അത് ആ പെർട്ടിക്കുലർ കൺട്രിയിൽ മാത്രമല്ല. അപ്പൊ നമ്മുടെ കേസിൽ ബീഗോ എന്നത് അങ്ങനെ ഒരു കൺട്രിയിൽ മാത്രമുള്ള ഒരു ടാക്സി ആപ്പും സെൻബി എന്നത് ഈ പറയുന്ന ലോകത്തിൽ മുഴുവൻ അറിയപ്പെടുന്നതുമായിട്ടുള്ള ഒരു ആപ്പ്, ഐ മീൻ കമ്പനിയാണ്. ആൻഡ് ഓവർ ഇയേഴ്സ് Bigo has gradually obtained a significant proportion of Senbi's market share. Bigo only operates in VLAN, offering its services in 250 cities across the country. Currently, the local authority of each city sets its own criteria for allowing operating license to TNCs and their drivers. Several TNC business have been attracted to VLAN market in the last decade. അത് എന്തുകൊണ്ടായിരിക്കും? എനി ഗസ്, നിങ്ങൾ ചുമ്മാ നിങ്ങൾക്ക് തോന്നുന്ന ഗസ് ആണ്. അതായത് മറ്റൊരുപാട് TNC ബിസിനസ്സും VLAN മാർക്കറ്റിലേക്ക് കഴിഞ്ഞ 10 years ആയിട്ട് അട്രാക്റ്റഡ് ആണ്.
But ഓപ്പർച്യൂണിറ്റി my ഫോർ very good. ഡിമാൻഡ് പറയാം, വെരി ഗുഡ്. ഗവൺമെന്റ് സപ്പോർട്ട് പറയാം, ലോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പറയാം, പിന്നെ സെൻബിയുടെയും ബീഗോയുടെയും ഒക്കെ സക്സസ് പറയാം. ഇതൊക്കെയാണ് അതിന്റെ റീസൺ. ഓക്കെ, അറ്റ് ദി എൻഡ് ഓഫ് 2023 സെൻബി ആൻഡ് ബീഗോ ഹെൽഡ് 85% ഓഫ് TNC മാർക്കറ്റ് ഇൻ ബിലാൻഡ്. അതായത് ഒരുപാട് പുതിയ ആളുകൾ വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് സിറ്റീസിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി. അല്ലെങ്കിൽ സെൻബിയും ബീഗോയും ആണ് ടോട്ടൽ മാർക്കറ്റിന്റെ 85% ഹോൾഡ് ചെയ്യുന്നത്. ഈ കാൽക്കുലേഷൻ നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുള്ളത് 85% ഓഫ് 200 മില്യൺ എടുത്താൽ ശരിയാവോ? ഒന്ന് ആലോചിക്കേ. 85% ആണ് മാർക്കറ്റ് ഷെയർ എന്ന് പറയുമ്പോൾ 85% ഓഫ് 200 മില്യൺ എടുത്താൽ ശരിയാവോ? നോ. ഓക്കെ, എന്തുകൊണ്ടാണ്? 200 മില്യൺ എന്നുള്ള ടോട്ടൽ പോപ്പുലേഷൻ ആണ് അല്ലെ? അവരെല്ലാവരും ഇത് ഉപയോഗിക്കുന്നവരല്ല. എത്ര പേരെ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാം. കസ്റ്റമേഴ്സ് രജിസ്റ്റേർഡ് വിത്ത് TNCs ഹാവ് ഡബിൾഡ് ഇൻ ദ ലാസ്റ്റ് 8 years. ബൈ ദി എൻഡ് ഓഫ് 2023 25% വേർ ആക്റ്റീവ് യൂസേഴ്സ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 25% മാത്രമാണ്. അപ്പൊ എത്ര ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ ആലോചിച്ചു. 25% ആക്റ്റീവ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ 50 മില്യൺ ആണ് ടോട്ടൽ TNC യൂസേഴ്സ്. അപ്പൊ കുറച്ചുകൂടെ നമ്പേഴ്സിൽ നമുക്ക് സ്ട്രെങ്ത് ആയി. 50 മില്യൺ ആളുകളുടെ കയ്യിലാണ് TNCയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു മൊബൈൽ ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഒക്കെ ആയിട്ട് അവർ എന്തെങ്കിലും യൂസ് ചെയ്യുന്നത് 50 മില്യൺ ആളുകൾ. ഈ 50 മില്യൺ ആളുകളുടെ 85% ആണ് ബീഗോയും സെൻബിയുടെയും കൂടെ ഹോൾഡ് ചെയ്യുന്ന ടോട്ടൽ മാർക്കറ്റ്. 50 മില്യന്റെ 85%. ആ നമ്പർ എത്രയാണെന്ന് കമന്റ് ചെയ്താലോ? ഒന്ന് കമന്റ് ചെയ്യാമോ നിങ്ങൾ? 50 മില്യൺ എന്നതാണ് ടോട്ടൽ നമ്പേഴ്സ്. അതിന്റെ 85% എന്ന് പറയുമ്പോൾ 42.5 മില്യൺ ആളുകളാണ് സെൻബിയുടെ സർവീസോ അല്ലെങ്കിൽ ബീഗോയുടെ സർവീസസോ കറന്റ് അല്ലെ യൂസ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചുകൂടെ നമ്പേഴ്സ്, ഈ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എക്സാമിൽ ഉപയോഗിക്കാൻ കഴിയുന്ന നമ്പേഴ്സ് ആണ്, മനസ്സിലാക്കുക. ഇനി പിന്നെ വന്നേക്കാവുന്ന ഒരു തെറ്റാണ്. നമ്മളോട് ഇവിടെ പറയുന്നുണ്ട് 20x3, ഇവിടെയും 20x3 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്ട്ലി ഈ 50 മില്യന്റെ 85% എടുത്തത് കേട്ടോ. മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും 20x4ന്റെ ഫോർകാസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇനി ഇതിൽ നിന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞതാണ് സെൻബി ആസ് എ ഫസ്റ്റ് മൂവർ ഹോൾഡ്സ് എ ഡോമിനന്റ് പൊസിഷൻ ഇൻ വീലാൻഡ് ആൻഡ് ഗ്ലോബലി. ഇറ്റ്സ് എക്സ്റ്റെൻസീവ് ഇന്റർനാഷണൽ പ്രസൻസ്. 50+ കൺട്രീസിൽ അവരുടെ പ്രസൻസ് ഉണ്ടെന്നുള്ളത് പറഞ്ഞു. ഡെഫിനറ്റ്ലി അത് അവർക്കൊരു കോമ്പറ്റീറ്റീവ് എഡ്ജ് ആണ്. അതായത് ഞാൻ ആദ്യമായിട്ട് TNC ബിസിനസ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി റിലയബിൾ, ഇവരൊരു 50+ കൺട്രീസിൽ ഉള്ളതാണ്, അത്രയും വലിയൊരു ബ്രാൻഡ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് റിലയബിലിറ്റി കൂടും. ഇനി അടുത്തത് ബീഗോസ് ഗ്രോത്ത്. അങ്ങനെ ഒരു സെൻബി അവിടെ ഉണ്ടായിട്ടും, അത്രയും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു പ്ലെയർ സെൻബി അവിടെ ഉണ്ടായിട്ടും ബീഗോ വളരെ സക്സസ്ഫുൾ ആയിട്ട് മാർക്കറ്റിൽ ഒരു സിഗ്നിഫിക്കന്റ് പോർഷൻ ബീഗോ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് ബീഗോയുടെ സ്ട്രോങ് കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജീസ് തന്നെയാണ്. ബീഗോ പ്രത്യേകം ശ്രദ്ധിക്കുക, ബീഗോ ഒരു ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഈ ഒരു കൺട്രിയിൽ മാത്രം നിലകൊള്ളുന്ന, ഇവിടെ 250 സിറ്റീസിൽ നിലകൊള്ളുന്ന ഒരു കമ്പനിയാണ്. ശ്രദ്ധിക്കട്ടോ. ദെൻ മാർക്കറ്റ് കോൺസെൻട്രേഷൻ. Zenvi and Bigo collectively control 85% of the TNC market in VLAN, indicating a highly concentrated market with high barriers to entry. ഈ കാൽക്കുലേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഓക്കെ, അതായത് മാർക്കറ്റിലെ ഇത്രയധികം മാർക്കറ്റ് ഷെയർ ഇവർ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പുതിയ ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാലും അവിടെ ഇവരൊരു മിനിമം ബാരിയേഴ്സ് ടു എൻട്രി ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ ബാരിയേഴ്സ് ടു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറന്റ്ലി ഈ രണ്ട് മേജർ പ്ലേയേഴ്സ് ആണ് ഇത്രയധികം ഷെയർസ് മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. 85% ഹോൾഡ് ചെയ്യാന്ന് പറയുന്നത് തന്നെയാണ് ഇതിലെ ബാരിയർ ഓഫ് എൻട്രി ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. അതായത് ആളുകൾ, പീപ്പിൾ ആർ യൂസ്ഡ് വിത്ത് ദ യൂസർ ഇന്റർഫേസ് ഓഫ് സെൻബി ഓർ ബീഗോ. പുതിയൊരു ആപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാറില്ല ഇത് എത്ര രസമില്ല, മുമ്പ് നമ്മൾ ഉപയോഗിച്ച ഒരു കംഫർട്ടിലേക്ക് എത്തി. കഴിഞ്ഞൊരു 10-12 ഇയേഴ്സ് ആയിട്ട് ഇവർ തന്നെയാണ്. Then market expansion and customer base. The doubling of TNC customers in the last 8 years and the fact that 25% of the population are now active users reflect a rapidly growing market. കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഇരട്ടി ആളുകളായി എന്നുള്ളതും 25% പോപ്പുലേഷൻ ഇപ്പൊ ആക്റ്റീവ് യൂസേഴ്സ് ആണെന്നുള്ളതും മാർക്കറ്റ് വളരെ ഗ്രോത്ത് സ്റ്റേജിലാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ദിസ് ട്രെൻഡ് ഇൻഡിക്കേറ്റ് ഇൻക്രീസിംഗ് അക്സെപ്റ്റൻസ് ആൻഡ് റിലയൻസ് ഓൺ TNC സർവീസസ് among the population. ഇനി ബീഗോസ് ഫോക്കസ് ഓൺ വീലാൻഡ് ആൻഡ് ഇറ്റ്സ് പ്രസൻസ് ഇൻ 250 cities demonstrate domestic market penetration. പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വാക്കുകളൊക്കെ കേട്ടോ, നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ബീഗോയുടെ കേസിൽ ബീഗോ
സെൻബിയെ പോലെയല്ല, ഒരു ഇന്റർനാഷണൽ പ്രസൻസ് അല്ല ട്രോഫി, ഡൊമസ്റ്റിക് മാർക്കറ്റ് പെനട്രേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ബീഗോയ്ക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബീഗോസ് മോർ വൾണറബിൾ ടു മാർക്കറ്റ് സാച്ചുറേഷൻ ആൻഡ് ചേഞ്ചസ് ഇൻ ലോക്കൽ റെഗുലേഷൻസ്. ഓക്കെ, സെൻബിക്കുള്ള ഒരു കോമ്പറ്റിറ്റീവ് എഡ്ജ് എന്താന്ന് വെച്ചാൽ, ഇൻ കേസ് ബി ലാൻഡിൽ പുതിയൊരു റൂള്, എന്തെങ്കിലും കൈൻഡ് ഓഫ് റൂൾസോ അല്ലെങ്കിൽ ഒരു റെഗുലേഷൻ ചേഞ്ചസ് ഒക്കെ വന്നു വിച്ച് അഡ്വേഴ്സ്ലി ഗോയിങ് ടു അഫക്ട് ദിസ് TNC കമ്പനീസ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബീഗോയുടെ വാല്യുവേഷൻ ഒക്കെ വളരെ മോശമായിട്ടുണ്ടാവും. സെൻബിക്ക് അപ്പോഴും, സെൻബിക്കുള്ള ഈ ഒരു റിസ്കിനെ സെൻബി ഡൈവേഴ്സിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിക്കോസ് സെൻബി ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ മൾട്ടിപ്പിൾ കൺട്രീസ്, പല കൺട്രീസിലുള്ളത് കൊണ്ട് ഇൻ കേസ് ബി ലാൻഡിലെ സെൻബി ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും സെൻബിക്ക് മറ്റ് റവന്യൂ സോഴ്സസ് ഉണ്ട്. പക്ഷെ ബീഗോയുടെ കേസ് അതല്ല. അപ്പൊ ബീഗോയുടെ ആ ഒരു വൾണറബിലിറ്റി പറ്റി ആലോചിച്ച് വെക്കുക. ഇനി അടുത്തത് റെഗുലേറ്ററി എൻവയോൺമെന്റ്. നമ്മൾ കണ്ടതാണ്, ലോക്കൽ അതോറിറ്റിയാണ് ലൈസൻസ് കൊടുക്കുന്നത് അല്ലെ. ദ ഫാക്ട് ദാറ്റ് ഈച്ച് സിറ്റി സെറ്റ്സ് ഇറ്റ്സ് ഓൺ ക്രൈറ്റീരിയ ഫോർ TNC ഓപ്പറേറ്റിംഗ് ലൈസൻസ് ക്രിയേറ്റ് എ കോംപ്ലക്സ് റെഗുലേറ്ററി എൻവയോൺമെന്റ്. അത് നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ പറയാൻ പറ്റുന്ന കാര്യം. ഇത് എന്തായാലും എക്സാമിന് ഈ ഒരു പോയിന്റ് എഴുതാനുണ്ടോ, എവിടെയെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനുണ്ടാവും. അതായത് 250 സിറ്റികളിലെ ഓരോ സിറ്റിയിലും ഓരോരോ നിയമങ്ങളാണ്. അപ്പൊ ഒരിക്കലും അവരുടെ സ്റ്റാൻഡർഡൈസേഷൻ ഒരു സ്കോപ്പേ ഇല്ല. ബീഗോ എന്ന കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഒരു സ്കോപ്പും ഇല്ല. കാരണം ഓരോ സിറ്റിയിലെ ഓപ്പറേറ്റിംഗ് ലൈസൻസ് കിട്ടണമെങ്കിലുള്ള റിക്വയർമെന്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ലീഗൽ ടീം ഇരുന്നിട്ട് ഓരോ സിറ്റിയിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പഠിച്ചിട്ടൊക്കെ ആയിരിക്കും ഓരോ അവിടെയൊക്കെ ഓപ്പറേറ്റിംഗ് ലൈസൻസ്. ഹൗവർ കറന്റ് നമ്മൾ 250 സിറ്റീസിൽ ലൈസൻസ് എടുത്ത് വെച്ച് സക്സസ്ഫുള്ളി റണ്ണിങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈവൻ ഇൻ കേസ് എന്തെങ്കിലും ഒരു റെഗുലേറ്ററി ചേഞ്ചസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അതൊരു ചലഞ്ചായി മാറുവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ലൈസൻസിങ് എന്നുള്ളത് ഒരു ചലഞ്ച് ആയേക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത കോമ്പറ്റേറ്റീവ് പ്രഷർ, ന്യൂ എൻട്രൻസ്. ഓൾദോ സെവറൽ TNCs ഹാവ് എന്റേർഡ് ദ മാർക്കറ്റ്, മോസ്റ്റ് ഹാവ് ലിമിറ്റഡ് ഓപ്പറേഷൻ. നമ്മൾ കണ്ടു, അവർ ഏതെങ്കിലും കുറച്ച് സിറ്റികളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി. ഓക്കെ, അപ്പം അവർക്ക് കുറെ കൂടെ റിസോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ടെക്നോളജിക്കൽ ബാക്ക് എൻഡ് ഉണ്ട്, യൂസർ ഇന്റർഫേസ് ഒക്കെ അത്ര അടിപൊളിയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം they could pose a threat if they expand or differentiate their services effectively. Traditional and public transport. Competition from traditional taxi cab and public transportation such as trains and bus remains significant. These alternatives may appeal to price sensitive customers or those with different service preferences. അതായത് പറയുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു ബസ്സും ട്രെയിൻസും ഒക്കെ ഓവർ ക്രൗഡഡ് ആയതുകൊണ്ട് ഗവൺമെന്റും പറഞ്ഞിട്ടുണ്ട് ഇതൊരു കംഫർട്ടബിൾ ആൾട്ടർനേറ്റീവ് ആണ് ഈ TNC എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് റീസണബിളി പ്രൈസ്ഡ് ആണെന്ന് പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ റീസണബിളി പ്രൈസ്ഡ് ആണെന്ന് പറയുമ്പോഴും ഇതെന്തായാലും പബ്ലിക് ട്രാൻസ്പോർട്ടായ ബസ്സിനെയും ട്രെയിനിനേക്കാളൊക്കെ ഒബ്വിയസ്ലി റേറ്റ് കൂടുതലായിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്, നമ്മുടെ സർവീസസ് ആയിരിക്കും TNC എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ദേ മേ സ്റ്റിൽ റിലൈ ഓൺ ട്രെയിൻസ് ആൻഡ് ബസ്സസ് എന്നുള്ള ഒരു കാര്യം നമുക്ക് സംസാരിക്കാം. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഓൾറെഡി 50 മില്യൺ 200 മില്യൺ പോപ്പുലേഷനിലെ 42.5 പോട്ടെ 50 മില്യൺ ആളുകളാണ് TNC സർവീസ് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ മേ ബി മെജോറിറ്റി എന്ന് പറയുന്നത് ഒരു പ്രൈസ് സെൻസിറ്റീവ് കസ്റ്റമർ ആയിരിക്കാം എന്നൊക്കെ നമുക്ക് പറയും. അതിന്റെ ഒരു അതർ സൈഡ് പറയാനാണെങ്കിൽ രണ്ട് സൈഡ് നമുക്ക് സംസാരിക്കാൻ വേണമല്ലോ അല്ലെ. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ, ബീഗോസ് ഗ്രോത്ത് ഇൻ മാർക്കറ്റ് ഷെയർ ഡിസ്പൈറ്റ് സെൻബി സ്ട്രോങ് പ്രസൻസ് മേ ബി ലിങ്ക് ടു ഇൻക്രീസിംഗ് നമ്പർ ഓഫ് TNC കസ്റ്റമേഴ്സ് ഇൻ ബി ലാൻഡ് ആൻഡ് ദ കമ്പനീസ് ഫോക്കസ് ഓൺ ലോക്കൽ മാർക്കറ്റ് നീഡ്സ്. തൊട്ട് മുന്നേ നമ്മൾ വായിച്ചതാ, ബീഗോ ഡൊമസ്റ്റിക് മാർക്കറ്റ് പെനട്രേഷൻ ആണ് അല്ലെ അവർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ 250 സിറ്റീസിലുള്ള ലോക്കൽ ലെജിസ്ലേഷൻ, ലോക്കൽ റെഗുലേഷൻസ് എന്തൊക്കെയാണെന്ന് അവർ പഠിച്ചുകൊണ്ടേ ഇരുന്നിട്ട് അവർ അതിനനുസരിച്ച് ഓരോ സിറ്റീസിലേക്കും സർവീസസ് ഡെലിവർ ചെയ്യുമ്പോൾ അത്രയും ഒരു എന്താ പറയാ കസ്റ്റമർ സ്പെസിഫിക് ആയിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. മേ ബി അതുകൊണ്ടായിരിക്കും സെൻബി ഉണ്ടായിട്ട് പോലും ബീഗോയ്ക്ക് ബി ലാൻഡിൽ ഇത്രയധികം നമ്പേഴ്സ് കൂട്ടാൻ കഴിയുന്നത്. ഓക്കെ, ബീഗോയുടെ മാർക്കറ്റ് ഷെയർ ഗ്രോത്ത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾക്ക് തന്നിട്ടുണ്ടല്ലേ. ഓൾസോ കസ്റ്റമർ ഡബിളിംഗ് എന്ന് പറയുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് കസ്റ്റമേഴ്സ് നേരെ ഡബിള എന്ന് പറയുന്നതിലെ മേജർ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ബീഗോ ആയിരിക്കാം. ഓക്കെ, ഇപ്പൊ പിന്നെ നമുക്ക് തന്നിട്ടുള്ള ഒരു രണ്ട് ചാർട്ട്സ് തന്നിട്ടുണ്ട് നോക്കി. TNC മാർക്കറ്റ് ഷെയർ ബി ലാൻഡ്, ഓക്കെ, സെൻബി, ബീഗോ ആൻഡ് അതർ.
20x3 ആയപ്പോഴേക്കും നിങ്ങൾ നോക്കൂ, സെൻബിയുടെ മാർക്കറ്റ് ഷെയർ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും, അല്ലെ, നമുക്ക് വിസിബിൾ ആയിട്ട് ഇത് കറക്റ്റ്ലി പറയാൻ കഴിയില്ല എങ്കിലും നമുക്കറിയാം 40യുടെയും 60യുടെയും നടുക്ക് 50 ഉണ്ട്. 50ക്ക് മുകളിൽ 50% മുകളിൽ സെൻബി ആണുള്ളത്. ബീഗോയുടെ കേസ് പറയാനാണെങ്കിൽ 30% മുകളിലാണ്. അപ്പൊ 50 + 30 80 ആയി, അല്ലെ. അപ്പൊ ടോട്ടൽ 85% ആണ്. ഇവർ രണ്ടുപേരും കൂടെ ഹോൾഡ് ചെയ്യുന്ന പെർസെന്റ് 85 ആണെന്ന് പറയുന്നുണ്ട്. ഇതിൽ തന്നെ നിങ്ങൾ സെൻബിയുടെ കഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 14 വർഷങ്ങൾ മുന്നേ സെൻബി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സെൻബി മാർക്കറ്റ് ഷെയർ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സി, അല്ലെ. അത് എന്തുകൊണ്ടായിരിക്കും വെച്ചാൽ സെൻബി ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെൻബി കോൺസെൻട്രേറ്റ് ചെയ്ത് പോയിട്ടുള്ളത് കൺട്രി ബേസ്ഡ്, കൂടുതൽ കൺട്രീസിലേക്ക് പോയിക്കോളാം എന്ന രീതിയിലായിരിക്കും. അപ്പൊ സെൻബി ചിലപ്പോൾ ബീലാൻഡിൽ ഏതെങ്കിലും ഒക്കെ സിറ്റീസിൽ സെൻബിയുടെ ഓപ്പറേഷൻസ് കുറച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ നോക്കി 100% ഹോൾഡ് ബീഗോ ആണ് നമ്മുടെ കമ്പനി എങ്കിലും നിങ്ങൾ സെൻബി എന്നതിന്റെ ഒരു സിറ്റുവേഷൻ കൂടെ ശരിക്കും ആലോചിക്കണം. 100% മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനി ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ മാർക്കറ്റ് ഷെയർ ഏകദേശം പകുതിയായി എന്ന് പറയുമ്പോൾ സെൻബിയുടെ പെർഫോമൻസ് ഇപ്പോഴും നമ്പർ 1 ആണ്, ശരിയാണ്, ഓക്കെ ഫൈൻ. അപ്പോൾ സെൻബിയുടെ പെർഫോമൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നമ്മൾ ട്രെൻഡ് ഒക്കെ പഠിച്ചിട്ടുള്ളല്ലേ, ഈ ഒരു ട്രെൻഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി in few years, maybe in few years, ബീഗോ will overtake സെൻബി. ബീലാൻഡിലെ മേജർ പ്ലെയർ ബീഗോ ആയി മാറും. ഓക്കെ, ഇനി അടുത്തത് ഇതേപോലെ ടി എൻ സിയുടെ യൂസർ ഗ്രോത്ത്, നമ്പർ ഓഫ് യൂസേഴ്സ് നമ്മൾ കണ്ടു. 20x3 ആയപ്പോഴേക്കും 50 മില്യണിലേക്ക് എത്തിയെന്ന് കണ്ടു. 50 മില്യൺ. സി, 20x3 ആയപ്പോഴത്തേക്കും ടി എൻ സി യൂസർ ഗ്രോത്ത്. ഈ ഒരു ട്രെൻഡ് ലൈൻ മാത്രം, നമ്മൾ ട്രെൻഡ് ലൈൻ അധികം യൂസ് ചെയ്തില്ല. നമ്മൾ ചാപ്റ്റർ നമ്പർ 4 നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ട്രെൻഡ്സ് എന്താണ്, ട്രെൻഡ് ലൈൻ എന്താണ്. ഈ ഒരു ട്രെൻഡ് ലൈനെ ഞാൻ ഫ്യൂച്ചർ ഫോർകാസ്റ്റിന്റെ ഭാഗമായിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനെ ഞാൻ ഒന്ന് എക്സ്ട്രാപൊളേറ്റ് ചെയ്യാണ്, ഒന്ന് മുന്നോട്ടേക്ക് ഒന്ന് നീട്ടി വരയ്ക്കാന്ന് വിചാരിച്ചേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 20x5 മേ ബി ഇൻ 2 or 3 ഇയേഴ്സ് 60 മില്യണും 80 മില്യണിലേക്കൊക്കെ എത്താനുള്ള സാധ്യതകളുണ്ട് ഇപ്പോഴത്തെ ഒരു ഗ്രോത്ത് രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ നമ്പേഴ്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് ചിന്തിക്കുക, കാരണം അത്രയും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇതിന്റെ സ്റ്റീപ്നെസ് കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ ഗ്രോത്ത് സ്പീഡ് കാണിക്കുന്നത്. അത്യാവശ്യം വളരെ സ്റ്റീപ്പായിട്ട് തന്നെയാണ് നമ്മുടെ ടി എൻ സി മാർക്കറ്റ് യൂസേഴ്സിന്റെ ഗ്രോത്ത് ഒക്കെ പോകുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതർ. 20x5 അല്ലെ 20w5 നമ്മുടെ അതർ എന്ന് പറയുന്ന ഒരു കോമ്പറ്റീറ്റർ സെഗ്മെന്റ് ഒരു കുറച്ച് വരുന്നത്. കഴിഞ്ഞ ഒരു 7-8 വർഷങ്ങളെ ആയിട്ടുള്ളവർ വന്നിട്ട് അവരും കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. ബീഗോ ഗ്രോ ചെയ്യുന്നുണ്ട്, ഓക്കെ ഫൈൻ, അല്ലെ. അതറും ഗ്രോ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പൊ 15% മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന നമ്മളുടെ അതർ കോമ്പറ്റീറ്റേഴ്സ് അവരും ഇപ്പൊ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതായത് സെൻബിയിൽ നിന്ന് പോകുന്ന മാർക്കറ്റ് ഷെയർ ബീഗോ മാത്രമല്ല ക്യാപ്ചർ ചെയ്യുന്നത്, ഈ അതർ കോമ്പറ്റീറ്റേഴ്സും കൂടെ ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതർ കോമ്പറ്റീറ്റേഴ്സ്. ഇനി ഇതിൽ നിന്നുള്ള മനസ്സിലാവേണ്ട കാര്യങ്ങൾ, സെൻബി ഈസ് ലൂസിംഗ് ടു ബീഗോ സ്ലോലി. If this trend continues, Bigo may continue to gain market share at the expense of Senbi and could potentially challenge Senbi's dominance in near future. In ബീലാൻഡ് എന്ന് കൂടെ ഓർക്കുക. ബീലാൻഡിലെ കാര്യമാണ് ഈ പറയുന്നത്, നമ്മൾ ബീലാൻഡിലാണുള്ളൂ. ഓക്കെ, നമ്പർ ഓഫ് യൂസേഴ്സ് ഹാസ് ഗ്രോൺ കൺസിസ്റ്റന്റ്ലി ഈച്ച് ഇയർ, സ്റ്റാർട്ടിംഗ് ഫ്രം 10 മില്യൺ മുതൽ 50 മില്യണിലേക്ക് വരെ എത്തി. അതും സ്റ്റഡി റൈസ് ആണ്. അതിൽ ശരിക്കും ക്യാപിറ്റലൈസ് ചെയ്യുന്ന, ഈ ഒരു ഗ്രോത്തിനെ ശരിക്കും ക്യാപിറ്റലൈസ് ചെയ്യുന്ന കമ്പനി ബീഗോ ആണ്. ബീഗോ മാത്രമല്ല, ഞാൻ നേരത്തെ കാണിച്ചു അതേഴ്സിനും ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഹൗവർ ബീഗോ അത് വളരെ നല്ല രീതിയിൽ അത് ക്യാപിറ്റലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്താ, ടോട്ടൽ രണ്ടുപേരും 50+ഉം 30+ഉം കൂടെ കൂട്ടി അങ്ങനെ ടോട്ടൽ 85% ആവുന്ന കാര്യം. ഇനി ടി എൻ സിയുടെ സർവീസസ് എന്തൊക്കെയാണ്? നമ്മൾ മൾട്ടിപ്പിൾ സർവീസസ് ഡെലിവർ ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെയാന്ന് നോക്കാം. റൈഡ് ഷെയറിംഗ്, റൈഡ് ഹെയിലിംഗ്, പിന്നെ മൈക്രോ മൊബിലിറ്റി, പിന്നെ എന്തൊക്കെയാ പറയുന്നത്, സർവീസ്, കസ്റ്റമർ റെന്റൽസ്, ബിസിനസ് സർവീസസ്, അല്ലെ. ഇങ്ങനെ 4-5 സർവീസസ്, 5 സർവീസസ് ആണ് നമ്മുടെ ടി എൻ സിസ് യൂഷ്വലി ചെയ്യുന്നത്. The term ride sharing refers to sharing a ride with other passengers. A shared ride
allows multiple and unrelated customers with pickup and drop off locations along the same or similar route. ഒരേ റൂട്ടിലേക്ക് പോകുന്ന ആളുകളെയൊക്കെ ഒന്നിച്ച് പിക്ക് ചെയ്ത് പോകുന്നത് അല്ലെ, റൈറ്റ് ഷെയർഡ് റൈഡ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ബോത്ത് സെൻബി ആൻഡ് ബീഗോ വെയർ ഇനീഷ്യലി എസ്റ്റാബ്ലിഷ് ടു ഓഫർ എ റൈഡ് ഷെയറിംഗ് സർവീസ് ഇനേബിളിംഗ് ഡ്രൈവേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് ടു കണക്ട് ആൻഡ് ഷെയർ എ റൈഡ്. അതിന്റെ കാര്യം എന്തായിരിക്കും വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇനീഷ്യലി സെൻബി ആയിക്കോട്ടെ ബീഗോ ആയിക്കോട്ടെ, ഇതൊക്കെ ഈ രണ്ട് കമ്പനീസ് ഇനീഷ്യലി വന്നത് ഈ റൈഡ് ഷെയറിംഗ് സർവീസസ് എന്ന രീതിയിലാണ്. അതിന് കാരണം നമുക്കറിയാം, റൈഡ് ഷെയറിംഗ് സർവീസസിനാണോ റൈഡ് ഹെയിലിംഗ് സർവീസസിനായിരിക്കും പ്രൈസ് കുറവ്? ഏത് സർവീസിനായിരിക്കും പ്രൈസ് കുറഞ്ഞ ഓഫർ ചെയ്യാൻ അവർ കഴിയും? ഒബ്വിയസ്ലി റൈഡ് ഷെയറിംഗ് ആണ്. അപ്പൊ ഇത്രയും കാലം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ച് നടന്ന ആളുകളുടെ മുന്നിലേക്ക് പെട്ടെന്ന് ഒരു ദിവസം അവരൊരു വളരെ പ്രൈസ് കൂടിയ ഒരു ടാക്സി ഓൾട്ടർനേറ്റീവിലേക്ക് പോയിട്ട് കാര്യമില്ല. ഇവര് ബസ്സിൽ കയറാനും അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ ഓവർ ക്രൗഡഡ് ആയിട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ വളരെ കോസ്റ്റ് കുറച്ച് ഇവർക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയുന്നത് റൈഡ് ഷെയറിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഈ രണ്ട് കമ്പനീസും ഇനീഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്തത് റൈഡ് ഷെയറിംഗ് സർവീസസ്. Okay, ride sharing aims to reduce the number of single occupancy ride within cities, reducing congestion and impacting positively on the environment. The cost of the ride is also shared between each customer, making it a cost-effective transportation. Ride sharing and the benefits of the customers must specifically request a shared ride on TNC platform to use this service. നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് റൈഡ് ഷെയറിംഗ് എന്നുള്ള കാര്യം സ്പെസിഫിക്കലി പറയണം. ഇനി ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഒന്ന് പറയുകയാണ്, ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. കോസ്റ്റ് എഫിഷ്യൻസി അല്ലെ, എനിക്ക് എന്തായാലും റൈഡ് ഹെയിലിങ്ങിനേക്കാളും കോസ്റ്റ് കുറവായിരിക്കും, പ്രൈസ് കുറവായിരിക്കും. ഇതൊരു ഇക്കണോമിക്കൽ ഓപ്ഷൻ ആണ്. ട്രാവൽ ചെയ്യുന്ന ആൾ കമ്മ്യൂട്ടേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു ഇക്കണോമിക്കൽ ഓപ്ഷൻ ആണ്. സെക്കൻഡ് വൺ, എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ്. ഒന്നാമത് ഇത് റോട്ടിലുള്ള വെഹിക്കിൾസിന്റെ നമ്പേഴ്സ് കുറയ്ക്കും, ആ ഒരു കൺജഷൻ, ആ ഒരു ക്രൗഡഡ് സിറ്റുവേഷൻ കുറയ്ക്കും. പ്ലസ് എമിഷൻ കുറയ്ക്കും, പൊല്യൂഷൻ കുറയ്ക്കും. ഓക്കെ, പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊക്കെ ഇടവരുന്നത് റൈഡ് ഷെയറിംഗ് പോകുന്ന സമയത്ത് ആ രീതിയിലുള്ള കണക്ഷൻസ് ബിൽഡ് ചെയ്യാം. ഹവർ, ഇവിടെയുള്ള രണ്ട് കൺസേൺസ് ഇതാണ്. സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ ഒരു റൈഡ് ഷെയർ ചെയ്യാന്ന് പറയുമ്പോൾ അത് എല്ലാവരെയും സംബന്ധിച്ചും കംഫർട്ടബിൾ ആയിരിക്കണമെന്നില്ല, പ്രൈവസി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായേക്കാം. പിന്നെ ഓരോരുത്തരെയും പിക്ക് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ചെയ്ത് സെയിം റൂട്ടിലാണെങ്കിലും ഇടയ്ക്ക് വണ്ടി നിർത്തി ആളെ കയറ്റി അല്ലെ, അങ്ങനെയല്ലേ പോകുന്നത്. സോ പൊട്ടൻഷ്യൽ ഫോർ ഡിലേസ് എന്നുള്ളതും ഒരു കാര്യമാണെന്നുള്ളത് ഓർക്ക്. ഓക്കെ, ഇനി അടുത്ത ഇവർ ഓഫർ ചെയ്യുന്ന ഒരു സർവീസ് ആണ് റൈഡ് ഹെയിലിംഗ്. ദ ടേം റൈഡ് ഹെയിലിംഗ് റിഫേഴ്സ് ടു വെൻ എ കസ്റ്റമർ റിക്വസ്റ്റ് എ ഡ്രൈവർ ടു, അതായത് നമ്മുടെ നോർമൽ ടാക്സി സർവീസസ്, ടു എക്സാക്ട്ലി വേർ ദ നേച്ചർ. ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ വിർച്വലി ഹെയിലിംഗ് എ റൈഡ് ഫ്രം TNC business using their app or website. Using a traditional taxi cab business, this would be achieved by hailing a taxi cab from the street or making a phone call to book one. നമ്മുടെ കാലഘട്ടം ആലോചിച്ചാൽ മതി. നമ്മളൊരു 2005 2010 കാലഘട്ടത്തിലൊക്കെ ഫോൺ എടുത്തിട്ട് ഒരു ഓട്ടോ വിളിക്കുകയാണ് ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ നമ്മൾ നേരെ ടൗണിൽ പോയിട്ട് ഒരു ഓട്ടോ വിളിക്കുക ചെയ്യുക. അത് മാറിയിട്ട് ഇന്നിപ്പോ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആപ്പിൽ ബുക്ക് ചെയ്യാൻ കഴിയും. So ride hailing is the most popular service offered by most TNCs, including Zenbi and Bigo. These rides can be on demand or scheduled in advance. നമ്മൾ ഊബറിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ നേരത്തെ തന്നെ എനിക്ക് 7 മണിക്ക് ഇവിടെ പോകണം, 10:30 ഇവിടെ പോകണം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്കെഡ്യൂൾ ചെയ്ത് വെക്കുവാനൊക്കെ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് റൈഡ് ഷെയറിംഗ് എന്ന സർവീസസ് ഒക്കെ ആയിട്ടാണെങ്കിലും ഇന്ന് ബീലാൻഡിൽ ഏറ്റവും പോപ്പുലർ സർവീസ് ആയിട്ടുള്ളത് റൈഡ് ഹെയിലിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ സർവീസസ് എഴുതുന്ന സമയത്ത് ഇത് രണ്ടാമതായിട്ടാണ് എഴുതിയതെങ്കിലും കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണാം നമ്മുടെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്ന ഈ റൈഡ് ഹെയിലിംഗ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഇത് ഇത്രയും പോപ്പുലർ ഒക്കെ ആയിട്ടുള്ളത്? അതിന്റെ ഒരു കൺവീനിയൻസ് ആണ്. കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഞാനൊരു ആഗ്രഹിച്ച നേരെ അങ്ങോട്ട് പോകും, അതിന്റെ ഇടയ്ക്ക് പിന്നെ പിക്ക് ചെയ്ത് ഒരാളെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനൊന്നും ഇടയ്ക്കിടയ്ക്ക് നിർത്തേണ്ട കാര്യമില്ല. പ്രൈവസി തരുന്നുണ്ട്, എനിക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് സ്കെഡ്യൂൾ ചെയ്യാം. ഓക്കെ, ഇനി ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ്ലി ഡ്യൂറിങ് പീക്ക് ടൈംസ്, ഭയങ്കര ട്രാഫിക് ഉള്ള സമയത്തോ അല്ലെങ്കിൽ ഈ ഫ്രൈഡേ നൈറ്റ്സ് അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒരു ഓഫീസ് എല്ലാം കഴിയുന്ന സമയങ്ങളിലൊക്കെ നോക്കിയാൽ യൂഷ്വലി കോസ്റ്റ്ലി ആയിരിക്കും. മഴ പെയ്യുന്ന സമയങ്ങളൊക്കെ അല്ലെ, കോസ്റ്റ്ലി ആയിരിക്കും. ഓക്കെ, ആൻഡ് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു അതർ സൈഡ് പറയാനാണെങ്കിൽ. ഇനി അടുത്ത നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു സർവീസ് മൈക്രോ മൊബിലിറ്റിയാണ്. ഞാനിപ്പോ വായിക്കുന്നത് TNCs ഡെലിവർ ചെയ്യുന്ന കോമൺ സർവീസസ് എന്നാണ് കേട്ടോ. ബീഗോയുടെ സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സെൻബിയുടെയും സ്പെസിഫിക്കലി പറയുന്നില്ല. അത് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കാണാം. TNCs യൂഷ്വലി ഓഫർ ചെയ്യുന്ന സർവീസസ് ആണ്. മൈക്രോ മൊബിലിറ്റി refers to a network of shared bicycles which can be rented by customers looking for transportation options which are more active, lower priced, more environmentally friendly and often more efficient for
shorter trips during heavy traffic. Bicycles are located at fixed docking stations in key locations around a city. The docking station contains a terminal to release the bicycle. ഇത് നിങ്ങൾ എല്ലാവരും മേ ബി ഓൾറെഡി ഉപയോഗിച്ച് കാണുന്ന ഒരു സംഗതിയായിരിക്കും അല്ലെ. നമ്മുടെ മെട്രോ കൊച്ചിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ മെട്രോ സ്റ്റേഷൻസിന്റെ താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ സൈക്കിൾസ് ഇരിക്കുന്നതാണ്. നമ്മുടെ ഫോണിൽ ഒരു ആപ്പിൽ ഒരു ചെറിയൊരു അഡ്വാൻസ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവർലി ബേസിസിൽ 10-20 റുപ്പീസിനൊക്കെ ഈ സൈക്കിൾ റെന്റൽസിനെടുത്ത് നമുക്ക് ഡ്രൈവ് ചെയ്യാന്നുള്ള രീതി. ഓക്കെ, അപ്പൊ ഇതിനെയാണ് മൈക്രോ മൊബിലിറ്റി എന്ന് പറയും. ഓക്കെ, ഈ ഒരു ബൈസൈക്കിൾ ഷെയർഡ് ബൈസൈക്കിളിന്റെ അറേഞ്ച്മെന്റ്സിനെയാണ്. സോ ഇത് കൊണ്ടുള്ളത് ഫസ്റ്റ് തിങ്, ഇത് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്. ദർ ഇസ് നോ എമിഷൻ. പിന്നെ വളരെ ലോവർ പ്രൈസ്ഡ് ആണ്, കോസ്റ്റ് വളരെ കുറവാണ്. പിന്നെ ഹെവി ട്രാഫിക്കിന്റെ ഇടയ്ക്ക് ഇടയ്ക്കൂടെ കയറിപ്പോയി, അല്ലെങ്കിൽ സൈഡിലൂടെ ബൈസൈക്കിൾ ലെയിനിലൂടെ ഒക്കെ കയറിപ്പോയി ആ ഒരു ഹെവി ട്രാഫിക് ഉള്ള സമയത്ത് നമുക്ക് ആ ഒരു ഷോർട്ടർ ഡെസ്റ്റിനേഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ബൈസൈക്കിൾസ് ആർ ലൊക്കേറ്റഡ് അറ്റ് ഫിക്സഡ് ഡോക്കിംഗ് സ്റ്റേഷൻസ് ഇൻ കീ ലൊക്കേഷൻസ്. എല്ലായിടത്തും ബൈസൈക്കിൾസ് എവിടെ പോയാലും ഉണ്ടാവുന്നില്ല, കീ ആയിട്ടുള്ള ലൊക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. ഡോക്കിംഗ് സ്റ്റേഷൻസിൽ ഒരു ടെർമിനൽ ഉണ്ടാകും ഇത് ലോക്ക് ചെയ്ത് വെക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. കസ്റ്റമേഴ്സ് യൂസ് ദ കമ്പനീസ് പ്ലാറ്റ്ഫോം ടു ബുക്ക് ആൻഡ് പേ ഫോർ ബൈസൈക്കിൾ റെന്റൽ. നമ്മുടെ ആപ്പോ വെബ്സൈറ്റോ ഒക്കെ തന്നെയാണ് ഈ ബൈസൈക്കിൾ റെന്റൽസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓൺ കംപ്ലീഷൻ ഓഫ് ദി ബുക്കിംഗ്, customers are provided with a code to unlock the device from docking station. Bicycle can then be returned to any docking station at the end of the hire period. ഓക്കെ, ഞാനിപ്പോ ഏത് ലൊക്കേഷനാണോ എടുത്ത് അവിടെ തന്നെ തിരിച്ചുകൊണ്ട് വെക്കണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഡോക്കിംഗ് സ്റ്റേഷൻ, ആ ഡോക്കിംഗ് സ്റ്റേഷൻ ഇനി എവിടെയാണുള്ളത് എന്നുള്ളതൊക്കെ നമ്മുടെ ആപ്പിൽ കാണാൻ കഴിയും. Micro mobility options are often used by customers to complete the last part of their journey, such as a bicycle from a bus or train station to their place of work. Basically, micro mobility യൂസ് ചെയ്യുന്ന ആളുകളൊന്ന് ആലോചിക്കുക നിങ്ങൾ. ദേ ആർ ഓഫൺ യൂസ് ബൈ ദ കസ്റ്റമേഴ്സ് ടു കംപ്ലീറ്റ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ജേർണി. അതായത് ഒരു ബസ്സും ട്രെയിനൊക്കെ അല്ലെ ഒരു കോമൺ പോയിന്റിൽ എത്തി നിർത്തത്തേ ഉള്ളൂ, അല്ല നമ്മുടെ വീട്ടിൽ കൊണ്ടുവിടുന്നില്ലല്ലോ. റൈഡ് ഷെയറിംഗ് ഉപയോഗിക്കുന്നതും റൈഡ് ഹെയിലിംഗ് ഉപയോഗിക്കുമ്പോഴും നമുക്ക് നമ്മുടെ എവിടെയാണോ നമ്മുടെ റെസിഡൻസ് അതിന്റെ മുന്നിൽ വന്ന് നമുക്ക് ഇറങ്ങാൻ കഴിയും. അങ്ങനെ ഒരു ഫെസിലിറ്റി ബസ്സിന്റെ ട്രെയിനിങ് കേസിൽ ഇല്ല. അപ്പൊ അവിടെയാണ് ബേസിക്കലി അങ്ങനെയുള്ള യൂസേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ 50 മില്യൺ ആളുകൾ നമ്മുടെ TNC യൂസ് സർവീസസ് ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ 50 മില്യൺ ഉള്ള ഇത് തന്നെയാണ് ഇപ്പൊ മൈക്രോ മൊബിലിറ്റി യൂസ് ചെയ്യുന്നത്. ബാക്കി ഒരു 150 മില്യൺ ഉണ്ടല്ലോ, ഇനി 150 മില്യൺ ആളുകൾ ഒന്നും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ മേ ബി പബ്ലിക് ട്രാൻസ്പോർട്ടിൽ മാത്രം റിലേ ചെയ്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. മേ ബി അവരൊക്കെ നമ്മൾ ഈ TNCയുടെ നമ്പേഴ്സ് കൂടുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് ടാക്സി സർവീസ് ഉപയോഗിക്കുന്ന ആളുകൾ മാത്രമല്ല, അത് ഈ ബൈസൈക്കിൾ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ആ നമ്പേഴ്സിൽ വന്ന് പെടുന്നതാണ്. അപ്പൊ ഈവൻ ദോ അത്രയും പ്രൈസ് സെൻസിറ്റീവ് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാകാം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ആ പ്രൈസ് സെൻസിറ്റീവ് കസ്റ്റമേഴ്സ് പോലും മേ ബി നമ്മളുടെ മൈക്രോ മൊബിലിറ്റി ഉപയോഗിച്ചേക്കാം. ഓക്കെ, അത്രയും ഓവർ പ്രൈസ്ഡ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്തത് സർവീസ്. ഓക്കെ, അതിന്റെ പോയിന്റ് കറസ്പോണ്ടിങ് പോയിന്റ് ഇവിടെ ഒന്ന് വായിക്കാം. മൈക്രോ മൊബിലിറ്റിയുടെ കേസിൽ വളരെ സൂപ്പർ എഫിഷ്യന്റ് ഫോർ ഷോർട്ട് ട്രിപ്സ് അല്ലെ. വളരെ ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റി സ്ട്രീറ്റ്സിൽ ട്രാഫിക് കൺജഷൻ ഉള്ള സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ബൈസൈക്കിൾസ് വളരെ ഹെൽപ്ഫുൾ ആണ്. ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹെൽത്തിയർ ലൈഫ് സ്റ്റൈലിൽ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമാണ്. ആൻഡ് ദെൻ ലിമിറ്റഡ് റീച്ച്. പക്ഷെ ഇതിന്റെ പ്രശ്നം ഇതാണ്, വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് മാത്രം കവർ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വെതർ ഡിപ്പെൻഡന്റ് ആണ് ബൈസൈക്കിൾസ് ആയതുകൊണ്ട്, ഈ പറയുന്ന അഡ്വേഴ്സ് വെതർ കണ്ടീഷനിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. അത് അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇതിലൊന്നും സിനാരിയോയിൽ ഇല്ലാത്ത കാര്യമാണ്, പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി കസ്റ്റമർ റെന്റൽസ്. കസ്റ്റമർ റെന്റൽ എന്താ നോക്കാം. ദിസ് ഇസ് എ പാർട്ട്ണർഷിപ്പ് അറേഞ്ച്മെന്റ് ബിറ്റ്വീൻ TNCs ആൻഡ് ലോക്കൽ ആൻഡ് നാഷണൽ കാർ റെന്റൽ ബിസിനസ്സസ് വെയർ കസ്റ്റമേഴ്സ് കെൻ ബുക്ക് എ റെന്റൽ കാർ ത്രൂ TNCs പ്ലാറ്റ്ഫോം. ഓക്കെ, നമ്മളിപ്പോ ഊബർ എടുത്തു കഴിഞ്ഞാൽ കാണുന്നത് റൈഡ് പോകുന്ന ആ ടാക്സി സർവീസിന്റെ കേസിൽ മാത്രമായിരിക്കാം. അതിന്റെ കൂടെ മൈക്രോ മൊബിലിറ്റി സർവീസസ് അല്ലെങ്കിൽ ഈ പറയുന്ന കസ്റ്റമർ റെന്റൽസ്, ബിസിനസ് സർവീസസ് എന്ന് പറഞ്ഞ് മൾട്ടിപ്പിൾ പോർട്ടൽസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക എത്രത്തോളം വലിയ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സർവീസസ് ആയിരിക്കാണ് നമ്മളുടെ ആ കമ്പനി ഡെലിവറി ചെയ്യുന്നത്. ഓക്കെ, ഇത് ബേസിക്കലി കാർ റെന്റൽസ് ആണ്. നമ്മളിപ്പോ കാർ റെന്റൽ എടുക്കണമെങ്കിൽ ഊബറിലേക്ക് അല്ലല്ലോ പോവാ നമ്മൾ, അല്ലെ. അതിന് വേറെ പ്ലാറ്റ്ഫോംസ് ആണല്ലോ. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു അഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ വരാം. The focus is on minimizing the need for car ownership and making car rental a viable and easy alternative for customers. Customers can arrange a car rental normally for a period between 1 and 14 days.
യൂഷ്വലി ഇതാണ്. ഇത് കൂടുതൽ റെന്റൽസ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ പറയുന്നത് ഡയറക്ട്ലി ത്രൂ TNC, who arranges for a driver to pick up and drop off the customer at the car rental business. The car rental businesses pay a commission to the TNC for each car rental booked through TNC's platform. ഓക്കെ, ഇപ്പൊ കാർ റെന്റൽ ബിസിനസ് എന്താന്നുള്ളത് വായിച്ചിട്ട് മനസ്സിലായല്ലോ അല്ലെ? എപ്പോഴെങ്കിലും നമുക്കൊരു കാർ റെന്റിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ TNC പ്ലാറ്റ്ഫോമിൽ കയറി ബുക്ക് ചെയ്താൽ, ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ കാർ പിക്ക് ചെയ്ത് നമ്മൾക്ക് കൊണ്ടുതരും. ഓക്കെ, അതേപോലെ കാറിന്റെ നമ്മുടെ യൂസേജ് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോകാനും ആ ഒരു ഡ്രൈവർ വരും. യൂഷ്വലി ഇത് കൊടുക്കുന്നത് ഒരു 2 വീക്സിന്റെ ടൈം ഗ്യാപ്പിന്റെ ഉള്ളിലാണ്. അതായത് ഒരു ദിവസത്തേക്ക് റെന്റൽ എടുക്കാം, അങ്ങനെ മാക്സിമം 14 ഡേയ്സിലേക്കാണ് റെന്റൽ എടുക്കുന്നത്. യൂഷ്വലി അങ്ങനെയാണ്. ഓക്കെ, ബേസിക്കലി കാർ ഓണർഷിപ്പിന്റെ ആവശ്യം ഇല്ല അല്ലെ? കാർ ഓണർഷിപ്പിന്റെ ആവശ്യമില്ലാതെ കാര്യങ്ങൾ നടത്താൻ പറ്റും എന്നുള്ളതാണ്. സോ enhanced mobility offers use the flexibility of car ownership without the long term financial commitment. സെക്കൻഡ് വൺ, ഇത് ഒരു പുതിയ റവന്യൂ സോഴ്സസ് ആണ്. അതായത് ഇത്രയും നമ്മൾ ജനറലി TNC സർവീസസിന്റെ കേസ് പറയുന്നതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ റവന്യൂ ആണ് ഈ കാർ റെന്റൽ കമ്പനീസിൽ നിന്നുള്ള കമ്മീഷൻസ്. ഇത് ബേസിക്കലി നമ്മളുടെ ഫ്ലീറ്റ് ഓഫ് വെഹിക്കിൾസ് അല്ല, ഇവിടെയും നമ്മൾ കാറുകൾ ഹോൾഡ് ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് കൊളാബറേഷൻ മാത്രമാണ്. ഹയർ കോസ്റ്റ് ഫോർ ഷോർട്ട് യൂസ്, ക്യാൻ ബി എക്സ്പെൻസീവ് ഫോർ ബ്രീഫ് യൂസ് കമ്പയർഡ് ടു അതർ ഓൺ ഡിമാൻഡ് ട്രാൻസ്പോർട്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ 1 to 40 ഡേയ്സിലേക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കാം. ഇപ്പോൾ ഒരു ദിവസത്തിന് ഞാനൊരു കാർ റെന്റൽ എടുക്കുകയാണെങ്കിൽ അത് എനിക്ക് ഉപയോഗിക്കാമായിരുന്ന മറ്റ് ട്രാൻസ്പോർട്ട് ഓപ്ഷൻസ് വെച്ചിട്ട് കോസ്റ്റ് കൂടുതലായിരിക്കാം. ലൊജിസ്റ്റിക്കൽ ചലഞ്ചസ് ഇൻവോൾവിംഗ് കോർഡിനേറ്റിംഗ് വിത്ത് തേർഡ് പാർട്ടി റെന്റൽ സർവീസസ് വിച്ച് ക്യാൻ കോംപ്ലിക്കേറ്റ് ദ കസ്റ്റമർ എക്സ്പീരിയൻസ് ആൻഡ് സർവീസ് ക്വാളിറ്റി. അതായത് നമ്മൾ ഇപ്പം ഈ റൈഡ് ഷെയറിംഗിന്റെ ഒക്കെ കേസ് പറഞ്ഞ പോലെ ഏതോ ഒരു തേർഡ് പാർട്ടി കമ്പനിയിൽ അല്ലെ അവരുടെ യൂണിഫോമും ധരിച്ചു വരുന്ന ഒരു ഡ്രൈവർ ആയിരിക്കാം. ഡെഫിനറ്റ്ലി അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. നിങ്ങൾ ഇവിടെ വരും അവിടെ വരും എന്നുള്ള രീതിയിൽ അവരുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ വേണ്ടി വരുന്നുണ്ട് ഈ ഒരു സർവീസ് കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ. ദാറ്റ് മേ കോംപ്ലിക്കേറ്റ് ദ കസ്റ്റമർ എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ലാസ്റ്റ് വൺ, ബിസിനസ് സർവീസസ്. Business services are offered by TNCs to a range of business to assist their employees to commute effectively and to travel to events and meetings. Also, business use TNCs to provide courtesy transport for their customers or clients. ഈ വലിയ വലിയ ബിസിനസ്സുകൾക്ക് ക്ലയന്റിനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് നമ്മുടെ ഓഫീസിലെത്തി, അല്ലെ ചിലപ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ട്രെയിനിങ് ഒക്കെ കൊടുക്കാനൊക്കെ വരുന്നവർക്ക് വളരെ കാരവൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നു. ആ രീതിയിലുള്ള ബിസിനസ് സർവീസസ് ആണ്. ഓക്കെ, ആൻഡ് ദെൻ business service solution help client businesses to reduce cost, save time and streamline their own ground transportation activities. അപ്പോൾ സ്വന്തമായിട്ട് ഈ പറയുന്ന കമ്പനീസ് ഒന്നും ഫ്ലീറ്റ് ഓഫ് വെഹിക്കിൾസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല. ഈ TNC വഴി ഇവരുമായിട്ട് ഒരു അറേഞ്ച്മെന്റ് ചെയ്തു വെച്ചാൽ മതി ബിസിനസ് സർവീസസ് ഡെലിവറി. ഓക്കെ, അവിടെയും കോസ്റ്റ് സേവിങ്സ് ആണ്. ഇനി ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെ ചെയ്താൽ ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എന്ന് പറയാൻ കാരണം ഈ ബിസിനസ് സർവീസസ് ഡെലിവർ ചെയ്യുന്ന കമ്പനീസിനെ സംബന്ധിച്ച് ദേ ആർ എക്സ്പെർട്ടൈസ് ഇൻ ദാറ്റ്. അവരുടെ ഓപ്പറേഷൻ എക്സ്പെർട്ടൈസ് അതിലാണ്. ആ ക്ലയന്റിനെ എങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ട്രാവൽ ചെയ്യിക്കാം എന്നുള്ളതാണ്. ആ ഒരു ഹോസ്പിറ്റാലിറ്റി അവർ പഠിച്ചിട്ടുണ്ട് ഡെഫിനറ്റ്ലി. ദെൻ ഇതിലുള്ള ഒരു ഡിഫിക്കൽട്ട് തിങ് പറയാനാണെങ്കിൽ ഒരു കോർഡിനേഷൻ കോംപ്ലക്സിറ്റി വേണമെങ്കിൽ പറയാം. മൾട്ടിപ്പിൾ ഇവന്റ്സ്, അല്ലെങ്കിൽ ഇവർക്കറിയില്ലല്ലോ ഇവരൊരു തേർഡ് പാർട്ടി മാത്രമാണ്, എവിടെയാണ് ഇവന്റ് നടക്കുക, ലൊക്കേഷൻ കാര്യങ്ങൾ, അങ്ങനെ കൺഫ്യൂഷനോ കാര്യങ്ങളൊക്കെ വന്നേക്കാം. ഓക്കെ, പിന്നെ കോസ്റ്റ് പറയാം. പൊട്ടൻഷ്യലി എക്സ്പെൻസീവ് ഫോർ സ്മോൾ ബിസിനസ് ഡ്യൂ ടു പ്രീമിയം സർവീസ് ആസ്പെക്ട്. നമ്മൾക്ക് ഡെലിവർ ചെയ്യുന്ന സർവീസസ് പ്രീമിയം ആണെങ്കിൽ അത് നോർമൽ ഒരു സ്മോൾ കമ്പനീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ്സുകൾക്ക് അത് അഫോർഡബിൾ ആയിരിക്കണമെന്നില്ല. ഇനി അടുത്തത് കസ്റ്റമേഴ്സിന്റെ സൈഡാണ്. ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് ആണ് കാണുമ്പോൾ, പക്ഷെ ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ് അല്ലെ? TNC customers use TNCs to travel from one point to another, such as commuting to and from work, exploring cities, and to shop at local businesses. To become a customer, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതൊരു കസ്റ്റമർ ആവുന്നത്? നമ്മളൊരു an online account must be created on website or mobile app. കസ്റ്റമർ സൈഡിൽ ഒരു ആപ്പ് ഉണ്ടാവും. കസ്റ്റമർ മസ്റ്റ് എൻ്റർ their പേഴ്സണൽ ഡീറ്റെയിൽസ്. ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതിന്റെ ആസ്പെക്ട് കുറച്ച് വലുതാണ്. നമ്മൾ ഷെയർ ചെയ്യുന്ന ഡേറ്റ പ്രൈവസിയെ പറ്റിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ സംസാരിക്കാനുണ്ടാവും. അതുകൊണ്ട് എന്തൊക്കെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്ന് ആലോചിക്കുക. നെയിം കൊടുക്കുന്നുണ്ട്, നമ്മുടെ അഡ്രസ് അല്ലെ, നമ്മുടെ അഡ്രസ് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. ആ ഒരു അഡ്രസ് അതൊരു തേർഡ് പാർട്ടി ആയിട്ട് ഷെയർഡ് ആയി പോകുന്നുണ്ട്. ആൻഡ് ഇമെയിൽ. ദേ മസ്റ്റ് ഓൾസോ ഇൻപുട്ട്, ശ്രദ്ധിക്കുക, ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ്. ചിലപ്പോൾ ഒരു സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കാം വന്നിട്ടുണ്ടാവും. As all payment to TNCs are made electronically through the TNC platform. Once registered, customers can choose from the range of services offered by the TNC. To book a ride, hail
or a ride share, the customer must enter their required pickup location, use the GPS on their phone and a destination. Price for the ride is quoted at the point of booking, which the customer must confirm to accept the ride. A notification of the ride request is then automatically sent to the driver's app. ഇപ്പൊ നമ്മൾ നമ്മുടെ പിക്കപ്പും ഡ്രോപ്പും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു ഫെയർ കാൽക്കുലേഷൻ നമുക്ക് വരും. ഓക്കെ, അവിടെ നമ്മൾ റൈഡ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടി എൻ സിയുടെ ഡ്രൈവേഴ്സ് എൻഡിലുള്ള അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ഉപയോഗിക്കുന്ന ആപ്പിലേക്ക് ഈ നോട്ടിഫിക്കേഷൻ പോകും. അപ്പൊ നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ഡ്രൈവേഴ്സ് എന്നൊക്കെ നോട്ടിഫിക്കേഷൻ പോയിട്ട് അവരിൽ ആരാണോ ഫെയിൽ അതിൽ ഏതെങ്കിലും ഒരു ഡ്രൈവർ അക്സെപ്റ്റ് ചെയ്യും. Once the driver has confirmed acceptance of the ride, the customer app notifies the customer of the driver profile. അത് നമ്മൾക്ക് ഡ്രൈവർ പ്രൊഫൈൽ അല്ല നമ്മുടെ ആപ്പിൽ വരും. അവരുടെ വെഹിക്കിൾ മോഡൽ വരാറുണ്ട്. ഇത് ഊബർ യൂസ് ചെയ്ത് എല്ലാവരും ചെയ്തിട്ടുള്ളത് അല്ലെ. വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ വരാറുണ്ട്, which allow the customer to check driver detail before getting into the vehicle. The customer app tracks the arrival of the driver on the in-app map so that the customer can check progress of the driver's arrival. കാർ ഇങ്ങനെ മൂവ് ചെയ്ത് കാണിക്കാറുണ്ടല്ലോ. At the end of the ride, the payment is automatically deducted from the customer's bank or credit card. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതായത് ഇവിടെ ക്യാഷ് പേ ചെയ്യുക എന്നൊരു ഓപ്ഷൻ ഉള്ളതായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. നമുക്ക് ഇനീഷ്യലി തന്നെ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണമെന്നുള്ളത് പറയുന്നുണ്ട്. റൈഡ് തീരുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പോകുന്ന രീതിയിൽ. അപ്പോൾ ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള ചാർജ് ഒക്കെ ചിലപ്പം ഡിഡക്ട് ആയിട്ടുണ്ടാവാം. ഐ മീൻ ഞാൻ അങ്ങനത്തെ ഒരു കേസ് പറയട്ടെ, വെറുതെ അങ്ങോട്ട് പറയുകയാണ്. ചിലപ്പോൾ നമുക്ക് പ്രസീനിൽ നമുക്കറിയാം, നമുക്കിപ്പോ തന്നത് ക്വസ്റ്റ്യൻ അല്ല, ക്വസ്റ്റ്യന്റെ ഒരു 40% മാത്രം, ബാക്കി 60% ഇൻഫർമേഷൻ എക്സാം ഡേയിലായിരിക്കും. അന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കേസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസോ അല്ലെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ടീമിന്റെ എന്തെങ്കിലും വിഷയങ്ങൾ, അതായത് തെറ്റായിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ചാർജസിന്റെ ഒരു 3-4 ഇൻസിഡൻസ് നടക്കുക, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അറിയില്ല വാട്ടവർ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ തന്നെ ഒരു ഇമേജ് വെച്ചിട്ടുള്ള ഒരു ക്രിയേഷൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റിൽ കാണാൻ കഴിയുക. അത് വീണ്ടും ഞാൻ അതിലൂടെ കടന്നുപോയി സമയം കളയുന്നില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഒരു പ്രൈവസി കൺസേൺസിന്റെ കാര്യം ആലോചിക്കട്ടോ. നമ്മുടെ ഡേറ്റ ഷെയർ ചെയ്യുന്നുണ്ട്, ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, പിന്നെ ടെക്നോളജിയിൽ ഒരുപാട് റിലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെക് ആക്സസ് ഇല്ലാത്തവരെ സംബന്ധിച്ച് അവർക്ക് ഇതിലേക്ക് ആക്സസ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മളൊരു വെൽ ഡെവലപ്ഡ് കൺട്രി ആയതുകൊണ്ട് നമുക്ക് പറയാം എല്ലാവരും തന്നെ ടെക് ആക്സസ് ഒക്കെ ഉള്ള ആളുകൾ തന്നെ ആയിരിക്കും എന്ന് പറയാം. പിന്നെ ക്യാഷ് ഉപയോഗിക്കാൻ കഴിയില്ല, പേയ്മെന്റ് റെസ്ട്രിക്ഷൻസ് ആണെന്നുള്ള കാര്യം നമ്മൾ പറയും. അപ്പൊ അതൊക്കെയാണ് ഇവിടെ ഒരു കൺസേൺസ് പോലെ നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത ടി എൻ സിയുടെ ഡ്രൈവേഴ്സ് സൈഡ്. To drive for a TNC, the driver must register on TNC website to driver app. Customers ഇവിടെ ചെയ്യുന്ന പോലെ ഡ്രൈവേഴ്സ് ആ ഒരു എൻഡിൽ നിന്ന് അങ്ങനെ ചെയ്യണം. The driver must choose the city they wish to drive in. The driver must hold a full B-Land driving license and a private car hire license. അപ്പൊ 2 ലൈസൻസ് ആണ് പറയുന്നത്. ഒന്ന് അവർക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണം, പിന്നെ അതിന്റെ പോലെ അല്ലെ ഒരു കാർ അവർ റെന്റിനെടുത്ത കാർ ആയിരിക്കും, അല്ലെങ്കിൽ ആ കാർ ഉപയോഗിക്കുന്നതിന്റെ ഒരു ലൈസൻസ്, കാർ ഹയർ ലൈസൻസ് എന്നാണ് പറയുക, which is authorized by the local authority they wish to drive in. The driver must upload a recent photo so that the customers can identify them when picked up. A driver is not authorized to drive until all necessary background checks have been verified, including criminal background, driving offenses, and medical health check. യൂഷ്വലി ഇതൊക്കെ ചെയ്യുന്നത് ഒരു തേർഡ് പാർട്ടി എക്സ്പെർട്ട് പ്രൊവൈഡർ ആണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ബിഗ് 4 ഫേംസിലൊക്കെ അല്ലെങ്കിൽ നല്ലൊരു കമ്പനീസിലൊക്കെ ആണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ ജോലിക്ക് കയറുന്നതിന് മുന്നേയും ഈ ബാക്ക്ഗ്രൗണ്ട് ചെക്കുകൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളെ പറ്റി അന്വേഷിച്ചിട്ടൊക്കെ പോകാറുണ്ട്. ഓക്കെ, സിമിലർലി ഈ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് ഒക്കെ ഡ്രൈവർക്ക് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ടാവും. വൺസ് വെരിഫൈഡ്, ഡ്രൈവർ can accept a requested ride by clicking accept in the driver app. Okay, most TNCs require drivers to have a vehicle which meets specification relating to the age and condition of the vehicle, which must be fully insured. ഫുള്ളി ഇൻഷുർഡ് ആയിട്ടുള്ള ഇത്ര ഏജിന്റെ 2015 മുന്നിൽ ഇപ്പൊ നമ്മുടെ ഇവിടെയും ഊബറിൽ ആ ഒരു റൂളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് പഴയ വണ്ടികൾ നമ്മൾ കാണാറുണ്ട് ഊബറൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഒരു പെർട്ടിക്കുലർ ഫോർ എക്സാമ്പിൾ 2014 അതിന് മുന്നേ ഉള്ള വണ്ടികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള റൂൾസ് വരുന്നുണ്ട്. However, drivers do not need to own their own vehicles. Many drivers use lease vehicle to drive for TNCs, and some TNCs offer leasing facilities to their drivers. ശ്രദ്ധിക്കുക, നമ്മൾ ടി എൻ സിയുടെ കസ്റ്റമർ റെന്റൽസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ വണ്ടി റെന്റിന് എടുക്കാമെന്ന സിറ്റുവേഷൻ കണ്ടു. ഇതേപോലെ ചില ടി എൻ സികൾ അവരുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വണ്ടി റെന്റ്, എവിടെയാണ് കസ്റ്റമേഴ്സ് എന്നുള്ളത് മാത്രമായിരിക്കില്ല
അവരുടെ ഒരു അടുത്തൊരു പോർട്ടലുണ്ടാവും വണ്ടി ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ലീസിംഗ് ഫെസിലിറ്റീസ് വരെ കൊടുക്കുന്ന TNCs ഉണ്ട് എന്നുള്ളത്. ഡ്രൈവേഴ്സ് ഡു നോട്ട് സെറ്റ് ദെയർ ഓൺ പ്രൈസസ്. ഈച്ച് പ്രൈസ് ഇസ് കാൽക്കുലേറ്റഡ് ബൈ ദ കമ്പനി ആൻഡ് ഇസ് ബേസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ് റേറ്റ് ഫെയർ പ്ലസ് എ ചാർജ് പെർ കിലോമീറ്റർ. അല്ലെ, ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഉണ്ടാവും, പിന്നെ ഫർദർ ഒരു കിലോമീറ്ററിന് ഒരു അഡീഷണൽ ഒരു വേരിയബിൾ ചാർജ് ഉണ്ടാവും. TNC play each driver between 75 and 85% of the ride price for each ride completed. ഇപ്പൊ ടോട്ടൽ ഫെയർ കാണിക്കുന്ന എത്രയാണോ അതിന്റെ 75% മുതൽ 85% വരെയുള്ള എമൗണ്ട് നമ്മൾ ഡ്രൈവേഴ്സിന് കൊടുക്കുന്നത്. കാരണം വണ്ടി അറേഞ്ച് ചെയ്യുന്നവരാണ്, അല്ലെ, ഡ്രൈവ് ചെയ്യുന്നത് അവരാണ്. അപ്പോൾ മെജോറിറ്റി ഓഫ് സർവീസസ് അവിടെ ഡെലിവേർഡ് ആയി കഴിഞ്ഞു. ആകെപ്പാടെ TNC ഇതിന്റെ ഇടയ്ക്ക് നിന്നിട്ട് ഒരു മീഡിയേറ്റർ ആവുക മാത്രമേ ചെയ്തു. അതുകൊണ്ട് തന്നെ 25% മുതൽ അല്ലെങ്കിൽ 15% മുതൽ 25% വരെയുള്ള ഒരു റവന്യൂ കളക്ഷൻ ആണ് ഓരോ ഫെയറിൽ നിന്നും നമ്മൾ TNCs നോർമലി ചെയ്യാറ്. ഓക്കെ, നമ്മൾ മിക്കവാറും ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഊബറിലെ ഡ്രൈവേഴ്സിന്റെ ഒക്കെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറയാറുണ്ട് ഈ ഒരു എമൗണ്ടിന് ഇത്രയും നമുക്ക് വരത്തുള്ളൂ, ഇത്ര അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവാറെന്നുള്ള രീതിയിൽ. In VLAN, drivers working for TNCs are recognized as independent contractors and not employees of the TNCs. This allows driver to choose their own working hours. എംപ്ലോയീസ് ആണെങ്കിൽ ചിലപ്പോൾ ഇത്ര അവേഴ്സ് ഒക്കെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് അങ്ങനത്തെ നിയമപ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ നമ്മൾ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ, നമ്മൾ എംപ്ലോയീസ് അല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അല്ലെ. അതായത് സ്റ്റുഡൻസ് ഒക്കെ, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, പകൽ സമയത്ത് അവരുടെ കോളേജ് ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി ഊബർ ഓടിക്കുന്ന ആളുകളുണ്ടാവും. റിട്ടയർഡ് പീപ്പിൾ ആളുകൾ, അവരുടെ ഒരു പാർട്ട് ടൈം വർക്കേഴ്സും കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ആർക്ക് വേണമെങ്കിലും ഫ്ലെക്സിബിളി ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയിലാണ്. ഓക്കെ, ഇപ്പൊ ഡ്രൈവേഴ്സിന്റെ ഓൺ ബോർഡിംഗ് പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ഡ്രൈവർ ആപ്പിലൂടെ അല്ലെങ്കിൽ മൊബൈൽ ആപ്പിലൂടെയോ വെബ്സൈറ്റിലൂടെയോ അവർക്ക് ചെയ്യാം. ലൈസൻസിങ് റിക്വയർമെന്റ്സ് ഉണ്ട്. 2 ലൈസൻസ് ആണ് പറയുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് വേണം, പ്രൈവറ്റ് കാർ ഹയർ ലൈസൻസ് വേണം, ബാക്ക്ഗ്രൗണ്ട് ചെക്സിന്റെ കാര്യവും വെഹിക്കിൾ റിക്വയർമെന്റിന്റെ കാര്യങ്ങളും നമ്മൾ ഫുള്ളി ഇൻഷുർഡ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ വെഹിക്കിൾ റിക്വയർമെന്റ്സ് ഉണ്ട്. പേയ്മെന്റ്സിന്റെ ഒക്കെ 75 to 85% ഡ്രൈവേഴ്സിനുള്ളതാണ്. ഇത് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഓഫർ ചെയ്യുന്ന ഒരു ജോലിയാണ് എന്നുള്ളതും പറയുന്നത്. ഇനി ഈ ഡ്രൈവർ കണ്ടീഷനിൽ നമ്മൾക്ക് ഇൻകം ഓപ്പർച്യൂണിറ്റീസും ഫ്ലെക്സിബിലിറ്റീസും അല്ലെങ്കിൽ ബാരിയസ് ടു എൻട്രി ചെയ്യുന്നില്ല. ആർക്ക് വേണമെങ്കിലും വണ്ടി റെന്റിനെടുത്ത് ഡ്രൈവേഴ്സ് ആവാം, അല്ലെ. ഇതിന്റെ നെഗറ്റീവ് സൈഡ് പറയാനാണെങ്കിൽ എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയും നമ്മുടെ എംപ്ലോയീസിന് കിട്ടത്തില്ല, നമ്മുടെ ഡ്രൈവേഴ്സിന് കിട്ടത്തില്ല. ഡ്രൈവേഴ്സ് ഡു നോട്ട് റിസീവ് ബെനിഫിറ്റ്സ് സച്ച് ആസ് ഹെൽത്ത് ഇൻഷുറൻസ്, പെയ്ഡ് ലീവ്. ഇതൊക്കെ ചിലപ്പോൾ ബാക്കി എല്ലാ കമ്പനീസിലും നിയമപ്രകാരം നിർബന്ധമായിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഇവർ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടേഴ്സ് ആയിട്ട് നിലകൊള്ളുന്നത് കൊണ്ട് അങ്ങനെയുള്ള എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് ഒന്നും ഇവർക്ക് കിട്ടണമെന്നില്ല. ഇനി അടുത്തത് പറയാനാണെങ്കിൽ, അടുത്തൊരു ഇഷ്യൂ പറയാനാണെങ്കിൽ വേരിയബിൾ ഇൻകം ആണ്. വേരിയബിൾ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഡിമാൻഡിനനുസരിച്ചും, അല്ലെ, അല്ലെങ്കിൽ ഇവർ എത്ര അവേഴ്സ് വർക്ക് ചെയ്തു എന്നതിനനുസരിച്ചൊക്കെ ഡിഫറെന്റ് ഇൻകം. ചില സമയത്ത് വണ്ടിക്ക് എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വർക്കോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഏർണിങ്സ് അതിനനുസരിച്ച് കുറയും. ദെൻ റെഗുലേറ്ററി ആൻഡ് കംപ്ലയൻസ് ചലഞ്ചസ്. ലൈസൻസ് കിട്ടുന്നതിലും അതേപോലെ ഓരോ വണ്ടിയുടെ ഏജ്, വണ്ടിയുടെ വെഹിക്കിൾ റിക്വയർമെന്റ്സ് ഒക്കെ പറയുന്നുണ്ടല്ലോ, ഇതെല്ലാം കറക്റ്റ്ലി മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ളത് ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ ഈ ഒരു കാര്യം ഡ്രൈവർ സൈഡിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമല്ല, അവർക്കുള്ള കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി അടുത്തത് റൈഡ് ഹെയിലിംഗ് അല്ലെങ്കിൽ റൈഡ് ഷെയറിംഗ് പ്രോസസ് എങ്ങനെയാണെന്നുള്ളത് പെട്ടെന്ന് വായിച്ചു നോക്കാം. വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. A customer logs into the customer app or website and requests a ride. Then price for the ride is quoted on the app or website. Customer then confirms acceptance. The ride request is sent to driver app. Driver accept the rides and is allocated the ride. ഇനി ഡ്രൈവർ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിന് ഒരു നോട്ടിഫിക്കേഷൻ വരും. കസ്റ്റമർ ആപ്പിന്റെ സൈഡിൽ ഡ്രൈവറിന്റെ ഡീറ്റെയിൽസും എക്സ്പെക്ടഡ് അറൈവൽ ടൈം ഒക്കെ വരും. കസ്റ്റമർ ക്യാൻ ട്രാക്ക് ദ ഡ്രൈവേഴ്സ് പ്രോഗ്രസ്. ഡ്രൈവർ ഇങ്ങനെ വന്ന് നമ്മുടെ ഇവിടെ എത്തുന്നത് വരെയുള്ളതൊക്കെ നമുക്ക് നാവിഗേറ്റ് മാപ്പിൽ കാണും. ആൻഡ് ക്യാൻ ഓൾസോ വ്യൂ ദ റൂട്ട് അലോക്കേറ്റഡ് ഫോർ ദ റിക്വസ്റ്റഡ് റൈഡ്. Driver arrives at the pickup location and check the customer name and destination location. Customer checks the vehicle and driver details. And then once customer and driver details have been checked, driver picks up the customer and drives to the requested destination. When the ride is completed, payment is automatically deducted. And then customer is then requested to complete a driver rating score. നമ്മൾ യൂസ് ചെയ്തുള്ള, നമ്മൾ കടന്നു പോയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ്. ഇനി അടുത്ത ഇൻഡസ്ട്രി ചാലഞ്ചസ്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന കറന്റ് ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. TNC operations are subject to global economic condition, including the resulting impact on spending by customers. Slow economic growth, recession, or increase in fuel costs can decrease consumer spending on
confidence which hinder TNC operation, resulting in lower revenues and earnings. ഇപ്പൊ കറന്റ് നമ്മളുടെ ഗ്ലോബൽ ഇക്കണോമിക് കണ്ടീഷൻ അല്ലെങ്കിൽ റിസഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഫ്യൂവൽ കോസ്റ്റിലുള്ള ഇൻക്രീസും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഒരു ഇഷ്യൂ ആണ്, നമ്മുടെ ഒരു ചാലഞ്ച് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നമ്മളൊരു വെൽ ഡെവലപ്ഡ് ഇക്കണോമിയാണ്, ഇത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സർവീസും കാര്യങ്ങളാണ്. അപ്പൊ ഒരിക്കലും റിസഷൻ ഒന്നും വന്നു കഴിഞ്ഞാൽ നമ്മളെ അത്ര എഫക്ട് ചെയ്തില്ല. അപ്പൊ റിസഷൻ വന്നു കഴിഞ്ഞാൽ യൂഷ്വലി നടക്കാറുള്ള ഒരു കാര്യം പറയാം, റൈഡ് ഹെയിലിംഗ് എന്നുള്ളതായിരിക്കാം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു പ്രൈമറി സർവീസ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്ന ഒരു സർവീസ് ഏതാണെന്ന് ചോദിച്ചാൽ റൈഡ് ഹെയിലിംഗ് ആയിരിക്കും. അത് മാറി എന്തായിരിക്കാം, ഈ റിസഷൻ വരികയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് റൈഡ് ഷെയറിംഗിലേക്ക് ആളുകൾ വീണ്ടും തിരിച്ചു പോകും അല്ലെ. ഇനി അവിടെയും പ്രശ്നമാണെങ്കിൽ അപ്പൊ അവർ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻസ്, ട്രെയിനും ബസ്സും നോക്കും. അപ്പോഴും അവിടെ TNC ഓഫർ ചെയ്യുന്ന സർവീസസ് മൈക്രോ മൊബിലിറ്റി എന്ന രീതിയിലുണ്ട്. ഓക്കെ, അപ്പൊ റിസഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ ഉപയോഗിക്കും, നമ്മൾ TNC സർവീസസ് ഉപയോഗിക്കും എന്നുള്ളത് പറഞ്ഞെഴുതാം. പക്ഷെ അപ്പോഴും നമ്മുടെ റവന്യൂ കുറഞ്ഞു. കാരണം റൈഡ് ഹെയിലിംഗിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിന്റെ അത്രയും റൈഡ് ഷെയറിംഗിൽ നിന്നോ മൈക്രോ മൊബിലിറ്റിയിൽ നിന്നോ നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, ഇനി അടുത്തത്, ഗ്രോത്ത് ഓഫ് TNC ബിസിനസ് ഡിപ്പെൻഡ്സ് ഓൺ ദ എബിലിറ്റി ടു അട്രാക്ട് ആൻഡ് റീറ്റെയിൻ ക്വാളിഫൈഡ് ഡ്രൈവേഴ്സ് ഹു സാറ്റിസ്ഫൈ ദ റിക്വയർഡ് സ്ക്രീനിംഗ് ക്രൈറ്റീരിയ ആൻഡ് ഇൻക്രീസ് available drivers operating hours. If TNCs do not provide drivers with flexibility and opportunities to earn sufficient income, they will fail to attract new drivers or retain current drivers, resulting in complaints and negative publicity. Okay, basically നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെ അട്രാക്ട് ചെയ്യാനും പുതിയതായിട്ടുള്ള അങ്ങനെ ഡ്രൈവേഴ്സിനെ അട്രാക്ട് ചെയ്യാനും ഓൾറെഡി ഉള്ള ഡ്രൈവേഴ്സിനെ റീറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും അല്ലെ, അതൊരു ചാലഞ്ച് ആയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ അവർക്കൊരു നല്ലൊരു ഏർണിംഗ് കപ്പാസിറ്റി, അവരെ അട്രാക്ട് ചെയ്യാൻ ഒരു ഇൻകം സൈഡ് കാണിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സും കാര്യങ്ങളൊന്നും കാണിക്കാനില്ലെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ഓൾറെഡി ഉള്ള ഡ്രൈവേഴ്സ് നമ്മളെ വിട്ടുപോകും. പ്ലസ് അതേപോലെ പുതിയ ഡ്രൈവേഴ്സിനെ നമുക്ക് അട്രാക്ട് ചെയ്യാനും കഴിയില്ല. മാത്രമല്ല ഇതിന്റെ ഒക്കെ കൂടി ഇത് നെഗറ്റീവ് പബ്ലിസിറ്റിയിലേക്ക് പോകുന്ന കാര്യമാണ്. സോ ദിസ് വിൽ ഇന്നെവിറ്റബിളി അഫക്ട് കസ്റ്റമേഴ്സ് ആൻഡ് ബിസിനസ് ക്ലയൻസ്. നമ്മൾ ചെയ്ത ഒപ്റ്റിമ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലെ. ഒപ്റ്റിമ ഒരു ഹെൽത്ത് ഫിറ്റ്നസ് സെന്ററിന്റെ കേസ്. ആ ഹെൽത്ത് ഫിറ്റ്നസ് സെന്ററിന്റെ കേസിൽ നമ്മുടെ ക്ലയൻസിനെ പ്രോപ്പർലി ട്രെയിൻ ചെയ്യിക്കാൻ അല്ലെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫിറ്റ്നസ് പ്രൊഫഷണൽസ് ഉണ്ടായിരുന്നില്ല എന്നൊരു കഥ നമ്മൾ എഴുതി വെച്ചു. ഗവൺമെന്റിന്റെ ഒരു പ്രപ്പോസൽ കൂടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്ഡ് ട്രെയിനേഴ്സ് എന്നുള്ളൊരു കഥ നമ്മൾ എഴുതി വെച്ചു. എന്ന് പറയുന്ന പോലെ ഇവിടെ ഈ പറയുന്ന പോലെ ഡ്രൈവേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബിസിനസിന് ഒരു ചാലഞ്ച് തന്നെയാണ്. As urbanization increases and car ownership decreases, maintaining and growing the necessary pool of drivers will be a challenge. But drivers in the retention അല്ലെങ്കിൽ attracting new drivers എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ അടുത്തൊരു ചാലഞ്ച്. ഫസ്റ്റ് വൺ ഇക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ ഇക്കണോമി ചേഞ്ചസ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ചാലഞ്ച്. സെക്കൻഡ് വൺ ഡ്രൈവേഴ്സിന്റെ കേസ്. തേർഡ് വൺ success in industry depends on the ability to attract new customers, retain existing customers, increase their usage. Customers have a wide variety of options like using their own vehicles, go for rental cars, taxi cabs, public transport, and other TNC business. Customer preferences are likely to change over time. So TNCs must continuously look to new ways to appeal to new customers who have historically used other forms of transportation or other TNC platform. അടുത്തൊരു പ്രശ്നം കസ്റ്റമേഴ്സിന്റെ നമ്പേഴ്സ് ആണ്. ഇപ്പൊ സെൻബിയുടെ കേസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കസ്റ്റമർ നമ്പേഴ്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സെൻബിയുടെ കേസിൽ. മാർക്കറ്റ് ഷെയർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റമർ നമ്പേഴ്സ് ചിലപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് നോക്കിയാൽ ഏകദേശം സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രോയിങ് ആയിരിക്കും, വാട്ടവർ. അപ്പോൾ കസ്റ്റമർ പ്രിഫറൻസസ് നോക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ്. എസ്പെഷ്യലി നമ്മൾക്ക് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് ഒരുപാട് ഓൾറെഡി ഉള്ളത് കൊണ്ട് നമ്മൾ അത്രയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം നമ്മൾ ഡെലിവർ ചെയ്യുന്ന സർവീസ്. ഇനി ഫോർത്ത് challenge, safety issues is a major challenge for the industry. Illegal, improper, or inappropriate activities by customers and drivers have adversely affected the reputation of the whole industry. These activities have included assault, theft, unauthorized use of debit and credit cards or bank account details. ഒന്ന് ആലോചിക്കുക, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. And sharing of customer and driver account information. Such conduct has exposed TNCs to several high-profile lawsuits. അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇപ്പം ഡ്രൈവർ സൈഡ് ആയിക്കോട്ടെ, കസ്റ്റമർ സൈഡ് ആയിക്കോട്ടെ, കസ്റ്റമേഴ്സിന്റെ ഡാറ്റ ഡ്രൈവേഴ്സിന് കിട്ടുന്നുണ്ട്, ഡ്രൈവേഴ്സിന്റെ ഡാറ്റ കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പോഴുള്ള ഒരു പ്രൈവസി ഇഷ്യൂസും അതുമായി അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കേസ് ആയിരിക്കും. അപ്പം
എനിക്ക് തോന്നുന്ന എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു ന്യൂസ് റിപ്പോർട്ട് നമ്മളുടെ അടുത്ത എക്സാമിന് വരുന്ന പ്രസീനല്ല, സോറി, എക്സാമിന് വരുന്ന എക്സിബിറ്റുകൾ ഉണ്ടായേക്കാം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ന്യൂസ് റിപ്പോർട്ട്, ആ ന്യൂസ് റിപ്പോർട്ടിൽ ചിലപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതാ, നമ്മുടെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന സോൾട്ട് തെഫ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി, അതിനെ പറ്റിയിട്ട് എന്നിട്ട് ഇൻഡസ്ട്രിയിലെ റെപ്യൂട്ടേഷനെ പറിച്ചിട്ടുള്ള ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഒക്കെ കവർ ചെയ്യുന്ന ഒരു മീഡിയ റിപ്പോർട്ടൊക്കെ ആയിരിക്കാം അവിടെ തന്നിട്ടുണ്ടാവും, ഒരു എക്സിബിറ്റിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക ആ ഒരു കാര്യം. Such conduct has exposed TNCs to several high-profile lawsuits, പറഞ്ഞു. And the challenge for TNC is to implement and continually update sufficient measures to safeguard against these improper activities. Without these measures, the growth and retention of customers and qualified drivers will be a continual challenge for TNCs. Okay. The environmental impact, നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഇപ്പൊ റൈഡ് ഹെയിലിംഗ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരാൾ മാത്രം ഉള്ളെങ്കിൽ ഈ ഒരു ഡ്രൈവർക്ക് റൂട്ടൊക്കെ ഒന്ന് മാറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ, അല്ലെ, അങ്ങനത്തെ ഒരുപാട് കേസുകളും ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ കാണാൻ കഴിയും. അപ്പൊ അതൊക്കെ ആണ് ഈ ഹൈ പ്രൊഫൈൽ ലോസ്യൂട്ട്സ് ആയി മാറിയിട്ടുള്ളത്. The environmental impact of transportation has become a major focus for government across the world. The transportation industry is considered to be a significant contributor to air pollution, and TNC activity has been cited as a cause for rising congestion and air pollution in urban areas. Several cities in Wieland are introducing technologies to manage traffic flow and congestion, which could disrupt the services offered by TNCs. Also, clean air zones are being introduced in many towns to improve air quality, with fees being imposed on all drivers driving in those designated zones. അതായത് CAZ എന്ന് പറയുന്ന ക്ലീൻ എയർ സോൺസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ സിറ്റീസ് ഒന്നുമല്ല, ചില സിറ്റീസ് ഒക്കെ ഞങ്ങൾ CAS ആണ്, ഞങ്ങൾ ക്ലീൻ എയർ സോൺ ആണ് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ ഒക്കെ. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിലൂടെ ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ എക്സ്ട്രാ ഒരു ഫീസ് പേ ചെയ്യേണ്ടി വരികയാണ്. ഇത് കമ്പനി കൊടുക്കൂ, അതോ ഇത് ഡ്രൈവേഴ്സ് തന്നെ കൊടുക്കേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിൽ അത്, അല്ലെ, ഡ്രൈവേഴ്സ് തന്നെ കൊടുക്കേണ്ടി വരുവാണെങ്കിൽ ഡ്രൈവേഴ്സിന് ബേർഡൻ ആണ്. അത് ഡ്രൈവേഴ്സിനെ റിട്ടൈൻ ചെയ്യാൻ പറ്റാത്തതിന്റെ മറ്റൊരു റീസൺ ഒക്കെ മാറുകയാണ്. അപ്പൊ ഇതും ഒരു ഇമ്പോർട്ടന്റ്, ഈ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ടിന്റെ കാര്യങ്ങൾ, അല്ലെ, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കാര്യങ്ങൾ കൂടെ നമ്മുടെ ഒരു ചാലഞ്ച് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാ ചാലഞ്ച് എന്നൊന്ന് പെട്ടെന്ന് ഓർത്ത് നോക്കിയേ. ഒന്ന് സേഫ്റ്റി ഇഷ്യൂസ്, ഒന്ന് കസ്റ്റമേഴ്സിന്റെ റിട്ടൻഷൻ, അതേപോലെ ഒന്ന് ഡ്രൈവേഴ്സിന്റെ റിട്ടൻഷൻ, പിന്നെ അടുത്തത് റിസഷൻ അല്ലെ ഇക്കണോമി ചേഞ്ചസിന്റെ കാര്യങ്ങൾ, ആൻഡ് ദെൻ എൻവയോൺമെന്റ്. അപ്പൊ 5 കാര്യങ്ങളാണ്. ഓക്കെ, റിലൈങ് ഓൺ ഇക്കണോമി, അഞ്ച് ചാലഞ്ചസ് ആണ് നമ്മളോട് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, നൗ റിലൈങ് ഓൺ ഇക്കണോമി. Economic vulnerability. TNC operations are vulnerable to global economic conditions such as recession, which can reduce consumer spending power, resulting in lower revenues, as customers may prefer ride sharing or other micro mobility options over ride hailing, which will result in lower revenues. Increase in fuel cost directly impact the operational cost, potentially reducing, അല്ലെ, നമ്മുടെ ഡ്രൈവേഴ്സിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഫ്യൂൽ കോസ്റ്റ് കൂടുക എന്ന് പറയുന്ന സമയത്ത് ഡ്രൈവേഴ്സിനെ സംബന്ധിച്ച് അതൊരു വിഷയമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷണൽ കോസ്റ്റ് കൂടും. എങ്ങനെ ഓപ്പറേഷണൽ കോസ്റ്റ് കൂടുന്നത്? ഈ ഫ്യൂൽ അടിക്കുന്നതൊക്കെ ഡ്രൈവേഴ്സ് ആണല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ ഓപ്പറേഷണൽ കോസ്റ്റ് കൂടുന്നത്? പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഇങ്ങനെ ഒരു ടേം നമ്മൾ പറയുന്നുണ്ട്, പൊട്ടൻഷ്യലി റെഡ്യൂസിങ് പ്രോഫിറ്റബിൾ. അതായത് നമ്മളൊരു പിക്കപ്പ് ലൊക്കേഷനും ഡ്രോപ്പ് ലൊക്കേഷനും കൊടുത്തു കഴിഞ്ഞാൽ എഴുതി കാണിക്കുന്ന ഫെയർ ഉണ്ടല്ലോ, ആ ഫെയറിന്റെ 85% ഡ്രൈവർക്കാന്ന് പറയുമ്പോൾ അതിൽ ഇതൊക്കെ മീറ്റ് ചെയ്യേണ്ട, ഈ ഫ്യൂൽ കോസ്റ്റ് മീറ്റ് ചെയ്യേണ്ട ഡ്രൈവറാണ്. അപ്പൊ ആ ഫ്യൂൽ കോസ്റ്റ് കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഫെയർ വന്നു കഴിഞ്ഞിട്ട് ആ ഒരു കോസ്റ്റ്, ഫ്യൂൽ കോസ്റ്റ് കൂടുന്ന ഒരു കാര്യം നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് പാസ് ഓൺ ചെയ്യണം. അതായത് ആ ഫെയർ വളരെ ഹൈ ആയിട്ട് കാണിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അങ്ങനെ ഫെയർ ഹൈ ആയിട്ട് കാണിക്കുമ്പോൾ ഇതിന്റെ അഫോർഡബിലിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത് റീസണബിളി പ്രൈസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ അഫോർഡബിലിറ്റി ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്, ഇക്കണോമിക് സൈഡ് പറയുമ്പോൾ. ഇനി വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ്, ഡ്രൈവറിന്റെ റിട്ടൻഷന്റെ കേസ് ഒക്കെയാണ്. വിത്തൗട്ട് പ്രൊവൈഡിങ് സഫീഷ്യന്റ് ഇൻകം ആൻഡ് ഫ്ലെക്സിബിലിറ്റി, വി ആർ ഹാവിംഗ് എ റിസ്ക് ഓഫ് ഹൈ ടേൺ ഓവർ റേറ്റ്സ്. ഡ്രൈവേഴ്സ് വേറെ ജോലികളൊക്കെ നോക്കി പോയേക്കാം, അല്ലെ. പ്ലസ് നെഗറ്റീവ് പബ്ലിസിറ്റി, സർവീസ് ക്വാളിറ്റി കുറയും. കാരണം അത്രയും ക്വാളിഫൈഡ് ആയിട്ട് ഹോസ്പിറ്റാലിറ്റിയുടെ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്ന ഡ്രൈവേഴ്സ് ഒക്കെ നമ്മൾ വിട്ടു പോകുന്ന സമയത്ത്, അല്ലെ, അത് സർവീസ് ക്വാളിറ്റി വരെ എഫക്ട് ചെയ്യും. ഇനി ആസ് അർബനൈസേഷൻ ഇൻക്രീസസ് ആൻഡ് കാർ ഓണർഷിപ്പ് ഡിക്രീസസ്, മെയിൻറ്റെയിനിങ് എ സഫീഷ്യന്റ് പൂൾ ഓഫ് ഡ്രൈവേഴ്സ് ബിക്കം ചാലഞ്ചിങ്, അഫക്ടിങ് സർവീസ് അവൈലബിലിറ്റി ആൻഡ് എഫിഷ്യൻസി. നമ്മൾ നേരത്തെ കണ്ടതാണ് 80% ഓഫ് ദ പീപ്പിൾ ആർ ഇൻ അർബൻ ഏരിയസ്, അല്ലെങ്കിൽ ഈ ടൗൺസിലും സിറ്റീസിലുമാണ്. ഓക്കെ, അപ്പൊ അവിടെ അത്രയധികം നമ്പേഴ്സ് ഓഫ് ഡ്രൈവേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളത് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഇനി അടുത്ത കസ്റ്റമർ സൈഡ് നമ്മൾ പറഞ്ഞു. കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് വേറെയും ഒരുപാട് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളത്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വിൽ ലീഡ് ടു ലീഗൽ റിസ്ക്, റെപ്യൂട്ടേഷൻ റിസ്ക് എന്നുള്ളതാണ്. ഇപ്പം ഓൾവേസ് ഇവിടെ നമുക്ക് അഡീഷണലി കോസ്റ്റ് കൂടുന്ന ഒരു കാര്യമാണ് അല്ലെ, ഇംപ്ലിമെന്റിങ് ആൻഡ് അപ്ഡേറ്റിംഗ് സെക്യൂരിറ്റി മെഷേഴ്സ് ടു സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് സച്ച് ആക്ടിവിറ്റീസ്. കണ്ടിന്യൂസ്ലി കോസ്റ്റ് കൂടുന്ന കാര്യമാണ്, പക്ഷെ അത് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുമാണ്. ആൻഡ് ദെൻ എൻവയോൺമെന്റൽ സൈഡ്, ഈ CAZ കേസും ഇതൊക്കെ TNCയെ സംബന്ധിച്ച് അഡീഷണൽ കോസ്റ്റ് ആണ് അല്ലെ. TNCയെ സംബന്ധിച്ചാണോ ഡ്രൈവേഴ്സ് ആണോ കോസ്റ്റ് ബെയർ ചെയ്യേണ്ടതെന്നുള്ള ക്ലാരിറ്റി ക്വസ്റ്റ്യനിൽ കറന്റ് പ്രസന്റിൽ നമുക്ക് സിനാരിയോ കംപ്ലീറ്റ് ആയാലും അറിയത്തുള്ളൂ. ഓക്കെ, സോ ചാലഞ്ചസും കാര്യങ്ങളും പറഞ്ഞു. ഇനി ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ്. ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സിൽ ഫസ്റ്റ് വൺ ഫുഡ് ഡെലിവറി, സെക്കൻഡ് വൺ ഓട്ടോണമസ് കാർസ്, തേർഡ് വൺ EV. അപ്പൊ ഈ ഫുഡ് ഡെലിവറിയുടെ കേസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സൊമാറ്റോ അക്വയർ ചെയ്ത ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഏതാ? ഊബർ ഈറ്റ്സ് അല്ലെ. ഊബർ ഈറ്റ്സിന്റെ കേസ് ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഊബർ എന്ന കമ്പനിയുടെ തന്നെ ഒരു സബ്സിഡറി പ്രോഡക്റ്റ് ആണ് ഊബർ ഈറ്റ്സ് എന്നുള്ളത്. സൊമാറ്റോ അക്വയർ ചെയ്തപ്പോഴത്തേനും പിന്നെ ആ കമ്പനി പിന്നെ ഇല്ലാതായി. അപ്പൊ ഫുഡ് ഡെലിവറി എന്നുള്ളത് ഇവർക്ക് ചെയ്യാൻ പറ്റും, കാരണം ഇവർക്ക് അതിന്റെ കംപ്ലീറ്റ് ഒരു പിക്കപ്പ് ലൊക്കേഷനും ഡ്രോപ്പ് ലൊക്കേഷനും അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാവുന്ന ഒരു ടെക്നോളജി ഇവർക്കുണ്ടെങ്കിൽ ഈ റെസ്റ്റോറന്റിൽ പോയിട്ട് ഫുഡ് പിക്ക് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക എന്നുള്ള ആ ഒരു സർവീസ് വളരെ ഈസിലി ഇതിലേക്ക് എംബഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഓൾറെഡി ആ ടെക് അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്, ഡെവലപ്ഡ് ആണ് ഓൾറെഡി. അപ്പോൾ ഫുഡ് ഡെലിവറി അതിലൂടെ അക്കോമഡേറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഊബർ ഈറ്റ്സ് കൊണ്ടുവന്നത്. സിമിലർലി ഇവിടെ നമ്മളുടെ കേസിൽ TNCs in some countries have recently started to offer a service where customers can order food through a dedicated app from local and national restaurants and food outlets. ഇപ്പൊ ഡെഡിക്കേറ്റഡ് ആപ്പ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് നമ്മൾ ഉപയോഗിക്കുന്ന ടാക്സി ആപ്പിന്റെ ഉള്ളിലല്ല, അത് അല്ലെ വേറൊരു ആപ്പ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. Orders are placed via TNC's platform. The restaurant confirms the order, prepares the food, and TNC driver pick it up and delivers the food to the destination. അടുത്ത ഒരു ഡെവലപ്മെന്റ് ആണ് ഓട്ടോണമസ് കാർസ് എന്നുള്ളത്. Some global TNCs are currently testing the viability of driverless cars to deliver their services, but currently all such vehicle must operate with at least one supervisory person present in the vehicle. See, ശ്രദ്ധിച്ചോ, അതായത് നമ്മൾ ഓട്ടോണമസ് കാർസ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഡ്രൈവേഴ്സ് ഉണ്ടാവില്ല എന്ന രീതിയിലാണ്. അപ്പൊ ഡ്രൈവേഴ്സ് ഉണ്ടാവുന്നില്ലെങ്കിലും കറന്റ്ലി അങ്ങനെ ഡ്രൈവർലെസ് എല്ലാ വണ്ടികളും ദേ മസ്റ്റ് ഓപ്പറേറ്റ് വിത്ത് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ആ വണ്ടിയിൽ പ്രസന്റ് ആയിരിക്കണം, ഒരു സൂപ്പർവൈസറി അല്ലെ. എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അല്ലെ ഇടപെടാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ കറക്റ്റ് കമാൻഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു സൂപ്പർവൈസറി പേഴ്സൺ ആ വെഹിക്കിൾ പ്രസന്റ് ആയിരിക്കും. Driverless cars can navigate to a destination avoiding obstacles without human intervention. To accomplish this, ശരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വിത്തൗട്ട് ഹ്യൂമൻ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ ആവശ്യമില്ല, പക്ഷെ നമ്മളുടെ നിയമപ്രകാരം അവിടെ എന്തുണ്ടാണെന്നുണ്ട്, ഒരാൾ അവിടെ പ്രസന്റ് ആണ്. ടു അക്കംപ്ലിഷ് ദിസ്, ഇറ്റ് യൂസസ് ആൻ AI സിസ്റ്റം വിച്ച് സെൻസ് ഇറ്റ് സറൗണ്ടിങ്സ്, പ്രോസസ് വിഷ്വൽ ഡേറ്റ ടു അവോയ്ഡ് കൊളീഷൻ, സ്റ്റിയേഴ്സ് ബ്രേക്സ് ആൻഡ് യൂസ് GPS ടു ട്രാക്ക് കറന്റ് ലൊക്കേഷൻ ആൻഡ് ഡെസ്റ്റിനേഷൻ. ഓൾറെഡി ഡ്രൈവർലെസ് കാർസ് ഒക്കെ ഓൾറെഡി റണ്ണിങ് ആണ് നമ്മുടെ കൺട്രിയിൽ അല്ലെ. ഇപ്പൊ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. അപ്പൊ കറന്റ്ലി നിയമം അനുവദിക്കുന്നില്ല ഡ്രൈവർലെസ് കാർസ് പോയിട്ട് ഓട്ടോമാറ്റിക്കലി ആളുകളെ പിക്ക് ചെയ്യാനൊന്നും നിയമം അനുവദിക്കുന്നില്ല എന്നുള്ളത്. എല്ലാവരും ഒരു സൂപ്പർവൈസറി പേഴ്സൺ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ ഞാൻ തൊട്ട് താഴെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. തേർഡ് വൺ EV. എല്ലാവരും എൻവയോൺമെന്റിന്റെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ അല്ലെ, many TNCs are now increasingly encouraging drivers to use EVs. ഇനി ഫുഡ് ഡെലിവറിയുടെ സൈഡ് പറയാനാണെങ്കിൽ ഫസ്റ്റ് വൺ റവന്യൂ ഡൈവേഴ്സിഫിക്കേഷൻ. നമ്മൾ ഫുഡ് ഡെലിവറി ഓപ്ഷനിലേക്ക് എക്സ്പാൻഡ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് അത് വീണ്ടും അനദർ മാർക്കറ്റ് ആണ്, അനദർ സോഴ്സ് ഓഫ് റവന്യൂ ആണ്, റവന്യൂ ഡൈവേഴ്സിഫൈ ചെയ്യാം. ഇനി ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിലൂടെ മൾട്ടിപ്പിൾ സർവീസസ് ഡെലിവർ ചെയ്യുമ്പോഴത്തേക്കും കസ്റ്റമർ ലോയൽറ്റി, ഈ ഊബർ ഈറ്റ്സ് അല്ലെ, രണ്ട് ആപ്പുകളാണെങ്കിലും സെയിം ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്നു. അപ്പൊ അതിന്റെ ബേസിസിലുള്ള ഒരു കസ്റ്റമർ എൻഗേജ്മെന്റും ഈ ഡേറ്റ ഒക്കെ ചിലപ്പോൾ ക്രോസ് ഷെയറിംഗ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് പറയാനാണെങ്കിൽ, ഒന്ന് ഓപ്പറേഷണൽ കോംപ്ലക്സിറ്റി. മാനേജിങ് എ ഫുഡ് ഡെലിവറി സർവീസസ് ആഡ്സ് ലേയേഴ്സ് ഓഫ് ലോജിസ്റ്റിക്കൽ കോംപ്ലക്സിറ്റി ഇൻക്ലൂഡിംഗ് കോർഡിനേറ്റിംഗ് വിത്ത് റെസ്റ്റോറന്റ്, എൻഷുറിംഗ് ടൈംലി ഡെലിവറി ആൻഡ് മാനേജിംഗ് ക്വാളിറ്റി കൺട്രോൾ. ഇവിടെ നേരത്തെ ആരോ ഒരു കമന്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സുനൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫുഡ് ഡെലിവറി ത്രൂ കാർസ് കോസ്റ്റ്ലി അല്ലേ? അല്ലെ, അതായത്
നമ്മൾ ചിലപ്പോൾ ഓർഡർ ചെയ്യുന്ന എന്തെങ്കിലും ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കലി ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ബൈക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം അവിടെ കാർസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി മൈലേജ് കുറവായിരിക്കും കാറുകൾക്ക്, അല്ലെ? വിച്ച് വിൽ ലീഡ് ടു കോസ്റ്റ്. അത് ഈ ഓപ്പറേഷണൽ കോംപ്ലക്സിറ്റിയിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പൊ ഊബർ ഈറ്റ്സ് ഉണ്ടായിരുന്ന സമയത്തും ഊബർ ഈറ്റ്സ് ബൈക്കിലൂടെയായിരുന്നു ആ സർവീസ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെ? ഇപ്പൊ കറന്റ് ഇത് കാറിലൂടെയാണോ അതല്ല ഇതിന് ബൈക്സ് ആണോ യൂസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നില്ല. ഇത് ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് ആയിട്ട് വന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോയിന്റിനെ പറ്റിയിട്ടായിരിക്കാം നമുക്ക് അടുത്തൊരു എക്സിബിറ്റിൽ സംസാരിക്കാനുണ്ടാവും. Then competition. The food delivery market might be highly competitive. TNCs entering this space must be different. See, heavy competition ഉള്ള സമയത്ത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു കേസാണ്. ഡിഫറൻസിയേഷൻ എന്നുള്ളതാണ് അവിടെ ഒരു സൊല്യൂഷൻ. എങ്ങനെ കോമ്പറ്റീഷൻ ഓവർകം ചെയ്യാന്ന് പറയുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഈ ഫുഡ് ഡെലിവറിയുടെ കേസ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ TNCs, ഇതിപ്പം ഊബറിനെ സംബന്ധിച്ച്, ഊബർ എസ്റ്റാബ്ലിഷ് ആകുമ്പോൾ ഊബറിന് ഊബർ ഈറ്റ്സ് ഉണ്ടല്ലോ, അവർ വലിയൊരു കമ്പനിയാണ്, അല്ലെ? അവർ മൾട്ടിപ്പിൾ റവന്യൂ സ്ട്രീംസ്, മൾട്ടിപ്പിൾ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്നൊരു തോട്ട് വരും. അതിന്റെ ബേസിസിൽ കസ്റ്റമർ എൻഗേജ്മെന്റ്, ലോയൽറ്റി ഒക്കെ അതുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഇനി അടുത്തത് ഡ്രൈവർലെസ് കാർസിന്റെ കേസ് പറയാം. നമുക്കൊരു ഇന്നോവേഷൻ ആണ്, അല്ലെ? ഇന്നോവേറ്റീവ് ലീഡേഴ്സ് ആയിരിക്കാം. ലോങ് ടേമിൽ നോക്കുന്ന സമയത്ത് കോസ്റ്റ് റിഡക്ഷൻ ആണ്. ഒരിക്കലും ഹ്യൂമൻ ഡ്രൈവേഴ്സ് പേ ചെയ്യുന്ന അത്രയും ഒരു കോസ്റ്റ് നമുക്ക് ഇവിടെ വരുന്നില്ല, അല്ലെ? AI ഉപയോഗിച്ച് ഡ്രൈവർലെസ് കാർസ് വരുന്ന സമയത്ത് ഒരിക്കലും ആ ഡ്രൈവേഴ്സിന്റെ കോസ്റ്റ് അവിടെ വരുന്നില്ല. ഇനീഷ്യലി ഒരു വലിയൊരു മേജർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോങ് ടേമിൽ ഓപ്പറേഷണൽ കോസ്റ്റ് വളരെ കുറവാണ്. എന്നാൽ ഇപ്പോൾ റെഗുലേറ്ററി ചാലഞ്ചുകൾ കൊണ്ട് എന്ത് പറയുന്നുണ്ട്, ഈ ഡ്രൈവർലെസ് കാർസുകളിലൊക്കെ എന്തായാലും ഒരു സൂപ്പർവൈസറി ആൾ, റെഗുലേറ്ററി ചാലഞ്ചസ് കൊണ്ട് ഈ ഈ കാറുകളിലൊക്കെ ഒരു സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഇരിക്കണം എന്ന് പറയുമ്പോൾ അയാൾക്ക് കൊടുക്കേണ്ട ഒരു കോസ്റ്റ്, അല്ലേ? അത് അങ്ങനെ ഒരു ഓപ്പറേഷണൽ കോസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ മനസ്സിലാക്കുക, അപ്പോഴും അത് ഡ്രൈവേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റിന്റെ അത്രയും ചിലപ്പോൾ വരണമെന്നില്ല. അതിനേക്കാൾ എന്തായാലും ഇത് കുറവായിരിക്കും ആ സൂപ്പർവൈസറി, അല്ലെങ്കിൽ പിന്നെ ഇതൊരു ഡെവലപ്മെന്റ് എന്ന് പറയേണ്ട കാര്യമില്ല, അല്ലെ? അപ്പൊ ഇതിന്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറയാനാണെങ്കിൽ ജോബ് ലോസ് ആണ്. ഓൾറെഡി നമ്മൾ ഡ്രൈവേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഡ്രൈവർലെസ് കാർസിന്റെ അഡോപ്ഷനോട് കൂടെ ഓൾറെഡി ഇവരൊന്നും എംപ്ലോയീസ് അല്ല, നമ്മുടെ ഡ്രൈവേഴ്സ് നമ്മുടെ എംപ്ലോയീസ് അല്ലാതെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. അതിന്റെ കൂടെ ജോബ് ലോസസ് കൂടെ ഉണ്ടാവുകയാണ്. അത് ഒരു ജോബ് ഡിസ്പ്ലേസ്മെന്റ് എന്ന പോയിന്റ് പറയുന്നത് അതാണ്. പിന്നെ പറയുന്നത് ഹൈ ഇനീഷ്യൽ കോസ്റ്റ് ആണ്. ഹൈ ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡെവലപ്മെന്റ്, ടെസ്റ്റിംഗ്, ഇങ്ങനെയുള്ള കാറുകൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സിഗ്നിഫിക്കന്റ് ഇൻവെസ്റ്റ് ചെയ്യണം, വിച്ച് കുഡ് സ്ട്രെയിൻ റിസോഴ്സസ്, എസ്പെഷ്യലി ഇഫ് വൈഡ് സ്പ്രെഡ് അഡോപ്ഷൻ ഇസ് ഡിലേഡ് ബൈ റെഗുലേറ്ററി ഓർ ടെക്നിക്കൽ ചാലഞ്ചസ്. ഇവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്, നമ്മൾ ഇനി അങ്ങനെ ഒരു മാർക്കറ്റ് ലീഡർ ആവാൻ വേണ്ടിയിട്ട് ഇത്രയും ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒരു സംഗതി കൊണ്ടുവന്നു കഴിഞ്ഞാലും, ബീഗോ എന്ന കമ്പനിയുടെ കേസിൽ 250-ലധികം സിറ്റീസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഓരോ സിറ്റി പറയുന്ന റെഗുലേറ്ററി ചാലഞ്ച് ഡിഫറെന്റ് ആണ്. ചില സിറ്റീസിൽ ഓക്കെ നിങ്ങൾ ഡ്രൈവർലെസ് കാർസ് കൊണ്ടുവന്നോളൂ, ചില സിറ്റീസിൽ ഇവിടെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല, ചില സിറ്റീസിൽ നിങ്ങൾ ഡ്രൈവർലെസ് കാർ കൊണ്ടുവന്നോളൂ പക്ഷെ ഒരു സൂപ്പർവൈസറി പേഴ്സൺ കാറിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഡിഫറെന്റ് കാര്യങ്ങളായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ അടുത്ത ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ, EVs. എൻവയോൺമെന്റ് റെസ്പോൺസിബിലിറ്റി ഫുൾഫില്ല് ചെയ്യുന്ന ഒരു കാര്യമാണ് EVs കൊണ്ടുവരുന്ന സമയത്ത്, അല്ലെ? സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്, കോസ്റ്റ് എഫിഷ്യന്റ് ആണ്. ഒബ്വിയസ്ലി ഫ്യൂവൽ കോസ്റ്റ് വരുന്നില്ല. ഓക്കെ, ഇതിന്റെ അടുത്ത ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ഇതിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് പറയാനാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡിപ്പെൻഡൻസി. നമുക്ക് ഈ ഒരു ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പൊ നമ്മളെല്ലാവരും EV എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു കാര്യം അതാണ്. പെട്രോൾ പമ്പുകളുടെ അത്ര എല്ലാ പെട്രോൾ പമ്പിലും ചാർജിങ് സ്റ്റേഷൻസ് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഫൈൻ, പിന്നെയും ഓക്കെയാണ്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാ റീജിയൻസിലും, ബീലാൻഡ് എന്ന കൺട്രിയിൽ 250-ലധികം സിറ്റീസിൽ എല്ലാ റീജിയൻസിലും ഈക്വലി വൈഡ് സ്പ്രെഡ്, ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ EVസിന്റെ ഈ ഒരു ഡെവലപ്മെന്റ് ഇഫക്റ്റീവ് ആവത്തുള്ളൂ. ഓക്കെ, പിന്നെ ഡ്രൈവേഴ്സിനെ സംബന്ധിച്ച് അപ്ഫ്രണ്ട് കോസ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലീൻ എയർ സോൺസ് പോലെയുള്ള സോൺസ് ഉണ്ട്, അവിടെ നിങ്ങൾ ഡ്രൈവ് ചെയ്യണമെങ്കിൽ കൂടുതൽ പേയ്മെന്റ് കൊടുക്കണം. ഒബ്വിയസ്ലി നമ്മൾ EV ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടേക്ക് നമ്മൾ അവിടെ യൂസ് ചെയ്യും. ഈ ക്ലീൻ എയർ സോൺസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, കാരണം ഇമിഷൻ ഒന്നും ഇല്ല, അല്ലെ? അവിടെ നമ്മൾ ആ ഒരു പേയ്മെന്റ് കാര്യങ്ങൾ കൊടുക്കേണ്ടി വരുന്നില്ല. അപ്പൊ ഇത് വിചാരിച്ച് ഡ്രൈവേഴ്സ് എന്ന ആ രീതിയിലുള്ള കാർ ഓപ്ഷൻസിലേക്ക് മാറിക്കഴിഞ്ഞാൽ തന്നെ ഡ്രൈവേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു അപ്ഫ്രണ്ട് കോസ്റ്റും കാര്യങ്ങളാണ്. യെസ്, ഡെഫിനറ്റ്ലി. ജോ പറയുന്ന പോലെ അടുത്തത് ഇൻഫ്രാസ്ട്രക്ചറിൽ പറയാവുന്നത് തന്നെ കാര്യമാണ് ഈ ചാർജിങ് ടൈം. പിന്നെ ചാർജിങ് ടൈമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാവുന്ന പോയിന്റുകൾ തന്നെയാണ്.
ഓക്കെ, സോ ഈ ഒരു പോയിന്റ്സ് ഒക്കെ നല്ല രീതിയിൽ ഒന്ന് വായിക്കാം കേട്ടോ. EVs ഇപ്പൊ നമ്മൾ ബേസിക്കലി ചെയ്തത് ഇതാണ്. മാർക്കറ്റിൽ ഇൻഡസ്ട്രിയിൽ TNCസിന് വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3 ഡെവലപ്മെന്റ്സ് ആണ് ഫുഡ് ഡെലിവറി ആപ്പും ഡ്രൈവർലെസ് കാറുകളും അതേപോലെ EVയുടെ ഇംപ്ലിമെന്റേഷൻ. ഈ 3 ഓപ്ഷൻസിലും ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ മുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ KPIs. എല്ലാ പ്രിസീനിലും KPIs ഇങ്ങനെ ഒരു പാരഗ്രാഫ് ആയിട്ട് തരും. എന്നിട്ട് ഈ KPIസിന്റെ ഒരു നമ്പേഴ്സ് കാണിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് പല ഗ്രാഫുകളിലായിരുന്നു. അപ്പൊ നമ്മളുടെ ഇത്തവണത്തെ പ്രസീനിലും KPIs എന്താന്ന് ഒന്ന് പരിചയപ്പെടുത്തി വെച്ചു. അതിനുശേഷവും ഏറ്റവും അവസാനം അതൊക്കെ ഒന്ന് ഫർദർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് KPIs, എങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യം നോക്കാം. സോ ഇൻഡസ്ട്രി കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് KPI. ഫസ്റ്റ് വൺ, number of active customers, the number of customers who have used TNC's app in a specified period of time. First KPI ആണ് number of active customers. Number of active customers എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഒരു ദിവസം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അന്ന് ഉച്ചയ്ക്ക് തന്നെ അല്ലെ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന ഇതിന് ആക്റ്റീവ് കസ്റ്റമേഴ്സ് ആയിട്ട് കൂട്ടുന്നില്ല. ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം എത്രയാണെന്ന് പറയുന്നില്ല. ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക് ഒരു TNCയുടെ ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ മാത്രമാണ് നമ്പർ ഓഫ് ആക്റ്റീവ് കസ്റ്റമേഴ്സ് എന്ന കാൽക്കുലേഷനിൽ പെടുത്താറ്. അപ്പോൾ നമ്പർ ഓഫ് ആക്റ്റീവ് കസ്റ്റമേഴ്സിന്റെ ആ ഒരു നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് ഗ്രോയിങ് ആണോ എന്നുള്ളതൊക്കെ കാണാൻ കഴിയും. ഓക്കെ, സോ എന്താ നമ്പർ ഓഫ് ആക്റ്റീവ് കസ്റ്റമേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ദിസ് മെഷേഴ്സ് how well TNC is retaining and engaging its customer base. Higher number of customers indicates successful marketing, customer satisfaction and service relevance. അതേപോലെ നമ്പർ ഓഫ് ആക്റ്റീവ് കസ്റ്റമേഴ്സ് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ TNCയുടെ ഗ്രോത്ത് ആണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് മാർക്കറ്റ് ഷെയറിന്റെ വെച്ചിട്ട് നമ്മൾ ഗ്രോത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബീഗോ ഗ്രോയിങ് ആണ്, സെൻബി ഗ്രോയിങ് അല്ല, സെൻബി ഡിക്ലൈനിങ് ആണ് അല്ലെ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതേപോലെ നമ്പർ ഓഫ് ആക്റ്റീവ് കസ്റ്റമേഴ്സ് എന്ന KPI നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇഫക്റ്റീവ് ആയിരുന്നു, നമ്മളുടെ കസ്റ്റമേഴ്സും നമ്മളും തമ്മിലുള്ള അവരുടെ ലോയൽറ്റിയെ പറ്റിയിട്ടൊക്കെ നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. കസ്റ്റമർ ലോയൽറ്റി, കസ്റ്റമർ എൻഗേജ്മെന്റ് ഒക്കെ നമ്പർ ഓഫ് ആക്റ്റീവ് കസ്റ്റമേഴ്സിൽ നമ്മൾ ഗ്രോയിങ് ആണോ ഡിക്ലൈനിങ് ആണോ ഒക്കെ കാണിക്കുന്ന ഒരു KPI ആണ്. സെക്കൻഡ് വൺ, നമ്പർ ഓഫ് ആക്റ്റീവ് ഡ്രൈവേഴ്സ്. ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോൾ ഇതേപോലെ TNCയുടെ ഈ ഒരു ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഉപയോഗിച്ച് ആക്റ്റീവ് ആയിട്ട് നിന്ന ഡ്രൈവേഴ്സ് അവരുടെ നമ്പേഴ്സ് ആണ്. ആ നമ്പേഴ്സ് കൂടിക്കഴിഞ്ഞാൽ ഓക്കെ ഡ്രൈവേഴ്സ് ഉണ്ട്, നല്ലൊരു പൂൾ ഓഫ് ഡ്രൈവേഴ്സ് നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. സപ്ലൈ സൈഡ് എഫിഷ്യൻസി ഇപ്പൊ എന്തൊക്കെയാ? ദിസ് KPI മെഷേഴ്സ് അവൈലബിലിറ്റി ഓഫ് ഡ്രൈവേഴ്സ് ടു മീറ്റ് കസ്റ്റമർ ഡിമാൻഡ്. കസ്റ്റമേഴ്സിന്റെ നമ്പേഴ്സ് മാത്രം കൂട്ടി വെച്ചിട്ട് ഒരിക്കലും ഈ ബിസിനസിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അത്രയധികം സപ്ലൈ സൈഡ് എഫിഷ്യന്റ് ആവണം, അത്രയധികം ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിലേ നമുക്ക് ഇത് സക്സസ്ഫുൾ ആക്കാൻ പറ്റത്തുള്ളൂ. So higher number of this particular KPI suggest a robust supply network which is crucial for maintaining service reliability. ഇപ്പൊ ഞാൻ TNC ആപ്പ് എടുത്തിട്ട് ഞാനൊരു റൈഡ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നോ ഡ്രൈവേഴ്സ് അവൈലബിൾ നിയർ ബൈ എന്ന് എഴുതി തന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ ആപ്പ് ഉപയോഗിക്കാൻ നിൽക്കില്ല. അപ്പൊ നമ്പർ ഓഫ് ആക്റ്റീവ് ഡ്രൈവേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ദിസ് KPI is automatically linked to number of active customers. അവിടെ നമ്പർ ഓഫ് ആക്റ്റീവ് കസ്റ്റമേഴ്സ് കുറയും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതേപോലെ മോണിറ്ററിംഗ് ആക്റ്റീവ് ഡ്രൈവർ നമ്പേഴ്സ് ഹെൽപ് ദ TNC അണ്ടർസ്റ്റാൻഡ് ഹൗ വെൽ ഇറ്റ് ഇസ് റീറ്റെയിനിങ് ഡ്രൈവേഴ്സ്. അതായത് ഈ നമ്പേഴ്സ് ഡിക്ലൈനിങ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക നമ്മുടെ ഡ്രൈവേഴ്സ് സാറ്റിസ്ഫൈഡ് അല്ല. മേ ബി 75% എന്നുള്ളത് 80 85% ആക്കണം, അല്ലെങ്കിൽ 85% എന്നുള്ളത് അവരുടെ വേരിയബിൾ ഇൻകം ടോട്ടൽ ഫെയറിന്റെ ഒരു 90 95% ആക്കേണ്ടി വരും. എന്നാലേ അവർക്കൊരു പേ കിട്ടുന്നതായിട്ട് അല്ലെങ്കിൽ അവരെ അട്രാക്റ്റഡ് ആക്കുന്നുള്ളൂ. ഓൾറെഡി ജോലിക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, പക്ഷെ ഫ്ലെക്സിബിലിറ്റി മാത്രം പോരല്ലോ, അല്ല ആ ഒരു ഏർണിംഗ് സൈഡും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതെല്ലാം പറഞ്ഞു തരുന്ന ഒരു KPI ആണ് നമ്പർ ഓഫ് ആക്റ്റീവ് ഡ്രൈവേഴ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്പർ ഓഫ് ആക്റ്റീവ് കസ്റ്റമേഴ്സ് കൂടിയാൽ നമ്പർ ഓഫ് ആക്റ്റീവ് ഡ്രൈവേഴ്സും കൂടണം. ഡിമാൻഡിനനുസരിച്ചുള്ള ആ ഒരു സപ്ലൈ വരണം ബാക്കി എല്ലാ പ്രോഡക്ട്സും പോലെ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് റൈഡ്സ് കംപ്ലീറ്റഡ്. റൈഡ്സ് കംപ്ലീറ്റഡ് പറയുന്നത് number of rides which have been completed through TNC's platform in a specified period of time. Number of rides which have been completed through TNC's platform in a specific period of time. അപ്പോൾ number of active customers-നോട് വളരെ സിമിലർ ആയിട്ട് നിൽക്കുന്നതാണ് റൈഡ്സ് കംപ്ലീറ്റഡ് എന്നത്. ഓക്കെ, നമ്മൾ റൈഡ്സ് കംപ്ലീറ്റഡ് എന്ന് പറയുമ്പോൾ ഞാൻ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തു, ഞാനൊരു റൈഡ് എടുത്തു, ആപ്പ് ആണ് ഇൻസ്റ്റാൾ ചെയ്തു.
ഓക്കെ, അത് റൈഡ്സ് കംപ്ലീറ്റഡ് എന്നതിൽ വരും. റൈഡ്സ് കംപ്ലീറ്റഡിലൊക്കെ ഒരു 1 റൈഡ് ആയി എന്നുള്ള സംഗതി വരും. ഓക്കെ, ഇപ്പൊ റൈഡ്സ് കംപ്ലീറ്റഡും ആക്റ്റീവ് കസ്റ്റമേഴ്സ് ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ട്, പക്ഷെ ഏറെക്കുറെ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സെയിം കാര്യം തന്നെയാണ്. Okay, so this KPI, rights completed, this KPI directly reflects the volume of business conducted. Higher number indicates higher revenue. This indicates stronger demand and operational efficiency. If the rights completed is consistently high, okay, say for example, rights completed in March, rights completed in April, rights completed in അങ്ങനെ ഓരോ മന്തിലേക്കും റൈറ്റ്സ് കംപ്ലീറ്റഡ്, അത് എല്ലാ മന്തിലും കൺസിസ്റ്റന്റ്ലി സെയിം ലെവൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സർവീസസ് ഒക്കെ ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? നമ്മളുടെ ഓപ്പറേഷണൽ സക്സസ് തന്നെയാണ് അത് കാണിക്കുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, റവന്യൂ, എമൗണ്ട് ഓഫ് മണി ജനറേറ്റ് ഫ്രം ഫെയർസ്, കമ്മീഷൻ ഫീ ആൻഡ് അതർ സോഴ്സസ്. TNCക്ക് 5 ടൈപ്പ് ഓഫ് സർവീസസ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, അല്ലെ? ഈ 5 ടൈപ്പ് ഓഫ് സർവീസസിൽ നിന്നും നമ്മൾ ജനറേറ്റ് ചെയ്ത റവന്യൂ കൂടിക്കഴിഞ്ഞാൽ ഒബിയസ്ലി നമുക്ക് മനസ്സിലാക്കാം, യെസ്, നമ്മുടെ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെ? സോ റവന്യൂ ഇസ് എ പ്രൈമറി ഇൻഡിക്കേറ്റർ. ഇൻക്രീസിംഗ് റവന്യൂ എന്ന് പറയുന്നത് ബിസിനസ് ഹെൽത്തി ആണ്, കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ പ്രൈസിംഗ് സ്ട്രാറ്റജി, ഇപ്പൊ റവന്യൂ കുറച്ചൊന്ന് കുറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ, പ്രൈസിംഗ് സ്ട്രാറ്റജി ഒന്ന് റീവാമ്പ് ചെയ്യണം, പ്രൈസിംഗ് സ്ട്രാറ്റജി ഒന്ന് റിവൈസ് ചെയ്യണം, പ്രൈസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റവന്യൂന്റെ കേസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് KPI ഈസ് നെറ്റ് പ്രൊമോട്ടർ സ്കോർ അല്ലെങ്കിൽ NPS. നിങ്ങൾ വായിച്ച KPIസിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വന്നതോ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നത് പോലെയുള്ളത് ഈ നെറ്റ് പ്രൊമോട്ടർ സ്കോർ എന്ന് പറയുന്ന NPS എന്ന KPI ആയിരിക്കും. The customer satisfaction and loyalty rating with higher scores indicating more satisfied and loyal customers who would recommend TNC services to a colleague or friend. അപ്പൊ NPS കൂടിക്കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളോട് ഒരു ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് റേറ്റിംഗ്സ് ചോദിക്കാറുണ്ടല്ലോ. കുറെ പേര് മേ ബി ലേറ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വിടണം. ഇപ്പൊ ഞാൻ റേറ്റ് ചെയ്തില്ല, മേ ബി ലേറ്റർ അല്ലെങ്കിൽ സ്കിപ്പ് ഫോർ നൗ എന്നൊരു ഓപ്ഷൻ. ചിലര് അതിൽ അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് അപ്പൊ തന്നെ സ്റ്റാർ റേറ്റിംഗിലേക്ക് പോകുന്ന ആളുകളുണ്ടാവും. ഓക്കെ, പിന്നെ NPS പറയുന്നത് അങ്ങനെയുള്ള ആളുകളെയാണ്, ആ ഒരു ലോയൽറ്റി റേറ്റിംഗിന്റെ മെഷർമെന്റ് ആണ് NPS പറയുന്നത്. സോ this KPI, NPS is a key indicator of how likely customers are to recommend the service to others, reflecting their overall satisfaction and loyalty. High NPS can improve TNC's reputation, leading to increased word of mouth referrals, while a low NPS could indicate issues that need to be addressed to improve customer experience. ഓക്കെ, ബേസിക്കലി ഇതൊരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ ഗൂഗിളിലൊക്കെയുള്ള ആ ഒരു 5 സ്റ്റാർ റേറ്റിംഗ്, ആ ഒരു ലോയൽറ്റി റേറ്റിംഗിന്റെ കാര്യമാണ്. ഹയർ സ്കോർ കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് ജസ്റ്റ് ഇൻഡിക്കേറ്റ്സ് കസ്റ്റമേഴ്സ് ആർ സാറ്റിസ്ഫൈഡ്, അല്ലെങ്കിൽ അത്രയും ലോയൽ ആണ്, അല്ലെ? ദേ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് TNC സർവീസസ് ടു ദെയർ കൊളീഗ്സ് ഓർ ഫ്രണ്ട്സ് എന്നുള്ളതാണ്. അപ്പോൾ കസ്റ്റമർ ലോയൽറ്റിയും നമ്മുടെ റെപ്യൂട്ടേഷനിലേക്കൊക്കെ മാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു KPI ആണ് നമ്മുടെ NPS എന്നുള്ളത്. ലാസ്റ്റ് വൺ, ഡ്രൈവർ സാറ്റിസ്ഫാക്ഷൻ. ഡ്രൈവർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള റേറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു KPI പല മെഷേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്, അവരുടെ പേയ്മെന്റ് റേറ്റ്സിന്റെ അടിസ്ഥാനത്തിലും അവരുടെ സേഫ്റ്റി പ്രൊവിഷൻസിന്റെയും ലെവൽ ഓഫ് സപ്പോർട്ട് ഓഫേർഡ് ബൈ TNC. ഓരോ TNCസും അവർ ഓഫർ ചെയ്യുന്ന സപ്പോർട്ട് ലെവൽ എന്ന് ഉദ്ദേശിച്ചത് പേയ്മെന്റിലായിരിക്കാം, ഫ്ലെക്സിബിലിറ്റിയുടെ കേസിലായിരിക്കാം, അതേപോലെ നമ്മുടെ യൂസർ ഇന്റർഫേസ്, അവരുടെ യൂസർ ഇന്റർഫേസ് ആയിട്ടൊക്കെ ആയിരിക്കും. അപ്പം ഇതെല്ലാം നമ്മുടെ ഡ്രൈവർ സാറ്റിസ്ഫാക്ഷൻ എന്ന KPI നിങ്ങൾ നമ്മുടെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഡ്രൈവർ സാറ്റിസ്ഫാക്ഷൻ കൂടുമായിരുന്നു കുറയായിരുന്നോ? ഓർക്കുന്നുണ്ടോ? നമ്മുടെ പ്രസീൻ പ്രകാരം ഡ്രൈവർ സാറ്റിസ്ഫാക്ഷൻ കൂടുമായിരുന്നു കുറയായിരുന്നു, അല്ലെ? ഡിക്രീസ് ചെയ്യായിരുന്നു, നമ്മൾ കണ്ടു. ഡ്രൈവർ സാറ്റിസ്ഫാക്ഷൻ കുറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഡ്രൈവേഴ്സ് ഹാപ്പി അല്ല, നമ്മുടെ ഡ്രൈവേഴ്സ് സാറ്റിസ്ഫൈഡ് അല്ല. ദേ മൈറ്റ് ബി ജമ്പിങ് ടു കോമ്പറ്റീറ്റേഴ്സ്. അതായത് ബീഗോയുടെ കോമ്പറ്റീറ്റേഴ്സ് പറയുമ്പോൾ സെൻബി മാത്രമല്ലല്ലോ, വേറെ അതർ ന്യൂ ഒരു ബാരിയേഴ്സ്, വലിയ കാര്യമായിട്ട് ബാരിയേഴ്സ് ഒന്നും എൻട്രി ഇല്ലാതെ വേറെയും കഴിഞ്ഞ ഡീക്കേഡിൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് വരുന്നുണ്ടല്ലോ. അവരിലേക്ക് ജമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ്സ് ഓഫ് പേ ഒന്നും ചിലപ്പോൾ മതിയാവണമെന്നില്ല, അല്ലെ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേസ് ആയിരിക്കും. അത് പ്രസീനിൽ തന്നിട്ടില്ല, അത് വരുന്ന എക്സിബിറ്റിലായിരിക്കും ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു എക്സിബിറ്റ് കൂടെ തന്നാലേ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ഡ്രൈവർ സാറ്റിസ്ഫാക്ഷൻ കുറയുന്നത് എന്ന പോയിന്റിലേക്ക് നമുക്ക് ഡയറക്ട്ലി ലിങ്ക് ചെയ്യാൻ അപ്പോഴേ പറ്റത്തുള്ളൂ. ആസ് ഓഫ് നൗ നമുക്ക് പറയാം, ദ ലെവൽ ഓഫ് ഡ്രൈവർ സാറ്റിസ്ഫാക്ഷൻ, അല്ലെ, ദിസ് KPI, high driver satisfaction is crucial for retaining drivers, ensuring they remain active on the platform, providing quality service to customers.
ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നോ ഡ്രൈവേഴ്സ് നിയർ ബൈ എന്ന് എഴുതി വന്നാൽ അത് നമ്പർ ഓഫ് ആക്റ്റീവ് കസ്റ്റമേഴ്സ് എന്ന KPI ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ ഡ്രൈവേഴ്സ് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ദേ വിൽ ബി ഇനാക്റ്റീവ്, അല്ലെങ്കിൽ അവർ നമ്പർ ഓഫ് ആക്റ്റീവ് ഡ്രൈവേഴ്സിന്റെ നമ്പർ കുറയാൻ സാധ്യതയുണ്ട് അല്ലെ. ദേ മൈറ്റ് നോട്ട് യൂസ് ദ പ്ലാറ്റ്ഫോം എനിമോർ. അപ്പം സാറ്റിസ്ഫൈഡ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ മോർ ലൈക്ലി ടു പ്രൊവൈഡ് ബെറ്റർ കസ്റ്റമർ സർവീസ്, നല്ലൊരു ഹോസ്പിറ്റാലിറ്റിയോടെ പൊളൈറ്റ് ആയിട്ടൊക്കെ സംസാരിച്ച് വിച്ച് ക്യാൻ പോസിറ്റീവ്ലി ഇമ്പാക്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് TNC. ഓക്കെ, അപ്പൊ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ് നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, സ്റ്റേക്ക് ഹോൾഡർ മാപ്പിംഗ് ഒക്കെ ഞാൻ ലാസ്റ്റിലേക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവരിപ്പോ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു റീസൺ ചിലപ്പോൾ പേയ്മെന്റ് റേറ്റ്സിന്റെ കാര്യത്തിലായിരിക്കാം, ചിലപ്പോ കോമ്പറ്റീറ്റേഴ്സ് അത്രയധികം ഓപ്ഷൻസ് അവരുടെ മുന്നിലേക്ക് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം. വാട്ട് എവർ ബി, നമ്മുടെ കേസിൽ നമ്മുടെ ഡ്രൈവേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ കുറച്ച് കുറയുകയാണ്. അതിന്റെ റീസൺ നിങ്ങൾ സിനാരിയോയിൽ നിന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്കൊരു വളരെ ലെങ്തി സെഷനിന് പകരം ഒരു 2-3 ഡേയ്സ് കൊണ്ട് ഈ ഒരു പ്രസീൻ ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്യാം. എസ്പെഷ്യലി ലാസ്റ്റ് ഡേയിൽ, തേർഡ് ഡേയിൽ നമ്മൾ സംസാരിക്കുന്നത് SBL എന്ന എക്സാമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, തിങ്സ് ടു നോട്ട്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു നോട്ട് വൈൽ റൈറ്റിംഗ് SBL എക്സാം. ഹോപ്പ്ഫുള്ളി നമ്മുടെ ലാസ്റ്റ് ലൈവ് സെഷൻ നന്നായിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇതുവരെ വായിച്ച കാര്യങ്ങളിൽ ഒന്ന് നല്ല രീതിയിൽ ഡെപ്ത് വരട്ടെ. കാര്യങ്ങളൊന്നും ഒന്നും മനസ്സിലായില്ലേ എന്നൊന്ന് കമന്റ് ചെയ്ത്, ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായോ എന്നൊന്ന് കമന്റ് ചെയ്യോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഗൈസ് നല്ല രീതിയിൽ പഠിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ കുറച്ച് തിരക്കുകളിലായിരുന്നു ഈ ദിവസങ്ങളിൽ. എനിവേ, നമുക്ക് അടുത്ത ദിവസം നാളെ മോർണിംഗ് ഇതേ ടൈമിൽ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ സെക്കൻഡ് പാർട്ട് ഓഫ് ദ പ്രസീൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ.